നമസ്കാരം. പകൽ വാർത്തയിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. കൊച്ചി കലൂർ ജവഹർലാൽ നെഹ്റു രാജ്യാന്തര സ്റ്റേഡിയം നവീകരണത്തിൽ ദുരൂഹതയെന്ന് കോൺഗ്രസ്. പിന്നിൽ വമ്പൻ സാമ്പത്തിക താൽപര്യമെന്നും ആരോപണം. സംശയനിഴലിലുള്ള ആന്റോ അഗസ്റ്റിനെ എന്ത് വിശ്വസിച്ച് സ്റ്റേഡിയം ഏൽപ്പിച്ചെന്നും ചോദ്യം. കരാർ പുറത്തുവിടണമെന്നും ആവശ്യം. ഇടപാടിൽ സുതാര്യതയില്ലെന്ന് MLA PV ശ്രീനിജൻ. PM ശ്രീയിൽ കമ്മ്യൂണിസ്റ്റ് തർക്കം തീർന്നില്ല. ഇടതു നയം അടിയറ വെക്കില്ലെന്ന് മന്ത്രി ശിവൻകുട്ടി. മുഖ്യമന്ത്രി ഉറപ്പു നൽകണമെന്ന് CPI. മന്ത്രിമാരോട് പിണറായി വിജയൻ കള്ളത്തരം കാട്ടിയെന്ന് VD സതീശൻ. ജീവിച്ചിരിപ്പുണ്ടെന്ന് കാണിക്കാനാണ് CPIയുടെ എതിർപ്പെന്ന് വെള്ളാപ്പള്ളിയുടെ പരിഹാസം. ശബരിമല സ്വർണമോഷണത്തിൽ തിരക്കിട്ട അന്വേഷണവുമായി SIT. ഉണ്ണികൃഷ്ണൻ പോറ്റി കബളിപ്പിച്ചെന്ന ബെല്ലാരിയിലെ ജ്വല്ലറി ഉടമ ഗോവർദ്ധൻ മൊഴി നൽകിയതായി സൂചന. ഗോവർദ്ധനും ശബരിമല തന്ത്രി മഹേഷ് മോഹനരുമായി അടുത്ത ബന്ധമെന്ന് വ്യക്തമാക്കുന്ന തെളിവും പുറത്ത്. പോറ്റിക്ക് ദേവസ്വം മന്ത്രിയുടെയും ബോർഡിന്റെയും ഒത്താശയെന്ന് VD സതീശൻ. രാഹുൽ മാങ്കൂട്ടത്തിനൊപ്പം പൊതുപരിപാടിയിൽ പങ്കെടുത്ത പാലക്കാട് നഗരസഭാധ്യക്ഷ പ്രമീള ശശിധരനെ തള്ളി BJP. റോഡ് ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തത് പാർട്ടി പരിശോധിക്കുമെന്ന് പ്രശാന്ത് ശിവൻ. BJPയുടെയും CPMന്റെയും പ്രതിഷേധം തണുത്തതോടെ മണ്ഡലത്തിൽ സജീവമായി രാഹുൽ. അടിമാലിയിൽ വീടിന് മുകളിൽ മണ്ണിടിഞ്ഞു മരിച്ച ബിജുവിന്റെ സംസ്കാരം വൈകിട്ട്. മൃതദേഹം കണ്ടെടുത്തത് പുലർച്ചെ 4:30-ഓടെ. ഗുരുതരമായി പരിക്കേറ്റ ഭാര്യ സന്ധ്യ എറണാകുളം രാജഗിരി ആശുപത്രിയിൽ ചികിത്സയിൽ. അപകടത്തിന് വഴിവെച്ചത് ദേശീയപാത നിർമ്മാണത്തിലെ അപാകതകളെന്ന് നാട്ടുകാർ. പരിശോധിക്കണമെന്ന് ഡീൻ കുര്യാക്കോസ് MP. കരൂർ ആൾക്കൂട്ട ദുരന്തത്തിലെ ഇരകളുടെ ബന്ധുക്കളെ വിജയ് കാണും. കൂടിക്കാഴ്ച മഹാബലിപുരത്തെ റിസോർട്ടിൽ. ദുരന്തത്തിൽ മരിച്ചവരുടെ ബന്ധുക്കൾ കരൂരിൽ നിന്ന് പുറപ്പെട്ടു. ഏഷ്യ സന്ദർശനത്തിനിടെയും ഇന്ത്യ വിരുദ്ധ പരാമർശങ്ങൾ ആവർത്തിച്ച് ഡൊണാൾഡ് ട്രംപ്. പാകിസ്ഥാനുമായുള്ള യുദ്ധം അവസാനിപ്പിച്ചത് താനെന്ന് വീണ്ടും അവകാശവാദം. റഷ്യൻ എണ്ണ വാങ്ങുന്നത് ഇന്ത്യ പൂർണ്ണമായും നിർത്തുമെന്നും ട്രംപ്. മലേഷ്യയിൽ ആസിയാൻ ഉച്ചകോടിയിൽ ഷീ ജിൻപിങ്ങുമായി കൂടിക്കാഴ്ചയ്ക്കും സാധ്യത. വിശദമായ വാർത്തകളിലേക്ക്. അർജന്റീന മത്സരത്തിന്റെ പേരിൽ കലൂർ അന്താരാഷ്ട്ര സ്റ്റേഡിയം നവീകരണം സ്വകാര്യ വ്യക്തിക്ക് കൈമാറിയതിൽ ദുരൂഹത. സ്വകാര്യ വ്യക്തിയുമായുള്ള കരാർ വ്യവസ്ഥകൾ പുറത്തുവിടണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് രംഗത്തു വന്നു. സ്പോൺസറുടെ സ്റ്റേഡിയത്തിലെ തുടരിടപാടുകളിൽ അവ്യക്തതയുണ്ടെന്ന് PV ശ്രീനിജൻ MLAയും പറഞ്ഞു. സ്റ്റേഡിയം കൈമാറ്റ വിഷയത്തിൽ GCDA നേതൃത്വത്തിനും കടുത്ത അതൃപ്തിയുണ്ടെന്നാണ് സൂചന. മെസ്സി വരില്ല എന്ന് ഏകദേശം ഉറപ്പായിട്ടുണ്ട്. ആ ഒരു സാഹചര്യത്തിൽ ഇനി ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിൽ നടത്തുന്ന അറ്റകുറ്റപ്പണികളിൽ അത് ആരായിരിക്കും അതിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കുക എന്ന പ്രധാനപ്പെട്ട ചോദ്യമാണ് കോൺഗ്രസ് അടക്കം ഉന്നയിക്കുന്നത്. അതിലൊരു ആശങ്ക കൂടി അവർ പങ്കുവയ്ക്കുന്നുണ്ട്. ഈ സ്പോൺസർമാരാണ് 70 കോടി രൂപ മുടക്കി സ്റ്റേഡിയം നവീകരണത്തിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ ആരംഭിച്ചിരിക്കുന്നത്. പക്ഷേ ഇത് മെസ്സി വരില്ല, അല്ലെങ്കിൽ അർജന്റീന ടീം അവിടെ വന്ന് മത്സരിക്കില്ല എന്ന് ഉറപ്പായതോടെ ഇനി ഈ പണം അവരെങ്ങനെയായിരിക്കും തിരികെ പിടിക്കുക എന്നൊരു ചോദ്യമാണ് ഉയരുന്നത്. ഇതിൽ GCDA എന്തടിസ്ഥാനത്തിലാണ് ഈ സ്പോൺസർമാർക്ക് കരാർ നൽകിയത്, ആ കരാർ എവിടെയാണ് എന്ന ചോദ്യം കൂടി കോൺഗ്രസ് ഉന്നയിക്കുന്നുണ്ട്. GCDA പറയുന്നത് ഇതിൽ ഈ മെസ്സി ഇന്നലെ വരില്ല എന്ന് വ്യക്തമായതോടെ GCDA പിന്നീട് ഈ വിഷയത്തിൽ പ്രതികരണങ്ങളൊന്നും തന്നെ നടത്തിയിട്ടുമില്ല. സ്പോൺസർമാരാണ് ഇപ്പോൾ അവിടെ പണം മുടക്കി സ്റ്റേഡിയം നവീകരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ മുടക്കിയ പണം തിരികെ പിടിക്കുന്നതിന് വേണ്ടി ഭാവിയിൽ അവിടെ നടക്കുന്ന പരിപാടികളിലെല്ലാം തന്നെ ഏതെങ്കിലും തരത്തിലുള്ള ലാഭവിഹിതം അല്ലെങ്കിൽ ആ പരിപാടികൾ നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള പണം ഇവർക്ക് തന്നെ തിരിച്ച് പിടിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സാധ്യതകളാണോ ഈ സ്പോൺസർമാർ നടത്തുന്നത് എന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് ഇവിടെ ഉയർന്നു വരുന്നത്. ഇതിൽ സ്പോർട്സ് കേരള ഫെഡറേഷനും GCDAയും സ്പോൺസർമാരും തമ്മിലുള്ള ഒരു ത്രികക്ഷി കരാറാണ് ഉണ്ടായിരുന്നതെന്ന വിവരമാണ് ലഭിക്കുന്നത്. പക്ഷേ
GCDA ഇതിനെ തള്ളി പറയുന്നുണ്ട്. തങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ട യാതൊരുവിധ കരാറും സ്പോൺസർമാരുമായി ഏർപ്പെടുത്തിയിട്ടില്ല. മറിച്ച് സ്പോർട്സ് കേരള ഫെഡറേഷനുമായിട്ടാണ് കരാർ ഉണ്ടായിരുന്നത്. അതിൽ ചില അവ്യക്തതകൾ ഉണ്ടെന്ന് PV ശ്രീനിജൻ MLA കൂടി ന്യൂസ് 18നോട് വ്യക്തമാക്കുന്നുണ്ട്. ഇനി വരുന്ന കൗൺസിൽ യോഗത്തിൽ ഈ വിഷയം ഉന്നയിക്കാം, GCDAയുടെ യോഗത്തിൽ ഈ വിഷയം ഉന്നയിക്കും എന്നുകൂടി PV ശ്രീനിജൻ പറയുന്നുണ്ട്. എന്തായാലും ഭരണത്തിൽ തന്നെ ചെറിയ ഒരു ആശയക്കുഴപ്പം ഈ വിഷയവുമായി ബന്ധപ്പെട്ട ചില ആശയക്കുഴപ്പങ്ങളും പ്രശ്നങ്ങളും ഒക്കെ ഉന്നയിക്കുന്നുണ്ട്. എന്തായാലും വരുന്ന GCDAയുടെ യോഗത്തിൽ PV ശ്രീനിജൻ അടക്കമുള്ളവർ ഈ വിഷയത്തിലെ അവ്യക്തത മറനീക്കണമെന്ന് ആവശ്യപ്പെടാനാണ് സാധ്യത. ഇതുമായി ബന്ധപ്പെട്ട ആധികാരികമായിട്ട് മറുപടി പറയേണ്ട ആളുകൾ ഇതിൽ ക്ലാരിറ്റി വരുത്തേണ്ടതായിട്ടുണ്ട്. ഇപ്പൊ നിങ്ങൾ സൂചിപ്പിച്ച പോലെ ആരാണോ ഇതിന് ഉത്തരവാദിത്വം എന്ന് പറയുന്നത്, അവരിതിൽ വന്ന് ഇതാണ് കാര്യങ്ങളെന്ന് ജനങ്ങളുടെ മുമ്പിൽ വിശദീകരിക്കേണ്ടതാണ്. ആ വിശദീകരിക്കാത്തതിലുള്ളൊരു ക്ലാരിറ്റി ഇല്ലായ്മയാണ് ഇത്തരം സംശയങ്ങളൊക്കെ ഉണ്ടാകാൻ ഒരു കാരണം. ഞാൻ ഫുട്ബോൾ അസോസിയേഷന്റെ പ്രസിഡന്റ് ആയിട്ടുള്ള ഞാൻ, അല്ലെങ്കിൽ ഞങ്ങളുടെ എറണാകുളം ജില്ലാ ഫുട്ബോൾ അസോസിയേഷനോ കേരള ഫുട്ബോൾ അസോസിയേഷനോ ഈ അർജന്റീന ടീം വരുന്നതുമായി ബന്ധപ്പെട്ട് ഇന്ന് വരെ ഞങ്ങൾക്ക് യാതൊരു അറിയിപ്പും കിട്ടിയില്ലെന്നുള്ളതൊരു ഖേദകരമായിട്ടുള്ള കാര്യമാണ്. കോൺഗ്രസ് വലിയ രീതിയിലുള്ള വിമർശനം ഉന്നയിക്കുന്നുണ്ട്. ഇത് സർക്കാരിന്റെ തന്നെ സ്പോൺസേർഡ് പരിപാടികൾ അല്ലെങ്കിൽ സർക്കാരിന്റെ PR ആയി പ്രവർത്തിക്കുകയാണോ റിപ്പോർട്ടർ ചാനൽ എന്ന രൂക്ഷ വിമർശനമാണ് കോൺഗ്രസ് നേതാവ് ജിൻഡോ ജോൺ ഉന്നയിച്ചത്. മറ്റൊരു കാര്യം, ഈ മുട്ടിൽ മരമുറി കേസുമായി ബന്ധപ്പെട്ട വഞ്ചന കേസുകൾ അടക്കം നിലനിൽക്കുന്ന പ്രതിക്ക് എന്തിന്റെ അടിസ്ഥാനത്തിലാണ് അല്ലെങ്കിൽ അവരെ എന്ത് വിശ്വസിച്ചാണ് സർക്കാർ ഇത്രയും വലിയ പരിപാടി സ്പോൺസർ ചെയ്യാനായി ഏൽപ്പിച്ചത്? ഇവർ തമ്മിലുള്ള കരാറിൽ എന്തെങ്കിലും നിഗൂഢത ഒളിഞ്ഞിരിപ്പുണ്ടോ എന്നുകൂടി കോൺഗ്രസ് ഉന്നയിക്കുന്നുണ്ട്. PM ശ്രീയിൽ K സുരേന്ദ്രന് മറുപടിയുമായി വിദ്യാഭ്യാസ മന്ത്രി V ശിവൻകുട്ടി. ഇടതുപക്ഷം മുന്നോട്ട് വയ്ക്കുന്ന വിദ്യാഭ്യാസ നയം അടിയറവ് വയ്ക്കുന്ന ഒരു നടപടിയും ഉണ്ടാകില്ല. സുരേന്ദ്രൻ പറഞ്ഞത് അദ്ദേഹത്തിന്റെ സ്വപ്നം മാത്രമാണ്, അതൊന്നും കേരളത്തിൽ വിലപ്പോകില്ലെന്നും ശിവൻകുട്ടി പറഞ്ഞു. ഗോഡ്സെയും ഹെഡ്ഗവാറിനെയും അടക്കം PM ശ്രീയിലൂടെ കേരളത്തിൽ പഠിപ്പിക്കേണ്ടി വരുമെന്നാണ് ഇന്നലെ K സുരേന്ദ്രൻ പറഞ്ഞത്. 45 വർഷത്തെ രാഷ്ട്രീയ പാരമ്പര്യമുള്ള ഇടതുമുന്നണിയുടെ ഏറ്റവും വലിയ പ്രതിസന്ധിയിലൂടെയാണ് മുന്നണി ഇപ്പോൾ കടന്നുപോകുന്നത്. മുന്നണിയെ അറിയിക്കാതെയും മന്ത്രിസഭയെ അറിയിക്കാതെയും ഒക്കെയുള്ള PMC കരാർ ഒപ്പുവയ്ക്കൽ കടുത്ത അതൃപ്തി CPIക്ക് തുടരുകയാണ്. ഒരു കാരണവശാലും നിലപാടിൽ നിന്ന് പിന്നോട്ട് പോകില്ലെന്ന് CPI വ്യക്തമാക്കുന്നു. എന്താണ് ചെയ്യേണ്ടത്? മുഖ്യമന്ത്രി ഇന്ന് വിദേശത്ത് നിന്ന് മടങ്ങിയെത്തും. മുഖ്യമന്ത്രിയിൽ നിന്ന് ലഭിക്കുന്ന ഒരു ഉറപ്പ് മാത്രമാണ് CPIക്ക് ഇനി പ്രതീക്ഷിക്കാവുന്ന ഏക കാര്യം. പക്ഷേ മുഖ്യമന്ത്രി ഉറപ്പ് നൽകുമ്പോഴും നിലവിൽ കരാർ പ്രാബല്യത്തിൽ വന്നു കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ കേന്ദ്ര വിദ്യാഭ്യാസ നിയമം അടക്കം നടപ്പാക്കേണ്ടി വരും. അങ്ങനെ സംഘപരിവാർ അജണ്ടകൾ നടപ്പാക്കാൻ സംസ്ഥാനവും നിർബന്ധിതമാകുമെന്ന ആശങ്ക CPIക്കുണ്ട്. എങ്ങനെയാണ് പ്രതിസന്ധി പരിഹരിക്കുക എന്ന കാര്യത്തിൽ ഇപ്പോഴും ഒരു വ്യക്തതയും CPIക്കോ CPMനോ ഇല്ല. മുഖ്യമന്ത്രി എന്തു പറയുന്നു എന്നതിനെ ആശ്രയിച്ച് മാത്രമായിരിക്കും നാളത്തെ സംസ്ഥാന എക്സിക്യൂട്ടീവിലെ തീരുമാനങ്ങൾ കൂടി. മുഖ്യമന്ത്രിയിൽ നിന്നും കൃത്യമായ ഒരു ഉറപ്പ് ലഭിച്ചില്ലെങ്കിൽ കടുത്ത നടപടിയിലേക്ക് തന്നെ പോകാൻ, അത് മന്ത്രിമാരെ പിൻവലിക്കുന്നതോ അല്ലെങ്കിൽ മന്ത്രിസഭയിൽ നിന്ന് വിട്ടുനിൽക്കുന്നതോ അടക്കമുള്ള മന്ത്രിസഭാ യോഗങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുക അടക്കമുള്ള കടുത്ത നടപടിയിലേക്ക് നീങ്ങാൻ തന്നെയാണ് CPI തയ്യാറെടുക്കുന്നത്. ആ സൂചനയാണ് ഇന്നും CPI നേതാക്കൾ നൽകിയത്. ചർച്ചയെന്ന് പറഞ്ഞാൽ സംയമനത്തിന് നീക്കമാണല്ലോ. ചർച്ചയെന്ന് പറഞ്ഞാൽ വിഷയം പരിഹരിക്കുകയാണ്. വിഷയം പരിഹരിക്കണമെന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. അത് ചർച്ചയിലൂടെ പരിഹരിക്കുകയല്ലേ മാർഗമുള്ളൂ. അല്ലാതെ വിഷയത്തിൽ നിന്ന് പിന്നോട്ട് പോയിട്ടില്ല. CPIയുടെ നിലപാട് പാർട്ടി സെക്രട്ടറി അറിയിച്ചിട്ടുണ്ട്. ആ കത്തിന്റെ അടിസ്ഥാനത്തിൽ ചർച്ച തുടരും, ചർച്ച ഉണ്ടാകും. എന്നാൽ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുമെന്ന പ്രതീക്ഷ ഇപ്പോഴും CPM കേന്ദ്രങ്ങൾ പങ്കുവയ്ക്കുന്നുണ്ട്. CPI കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ കഴിയും. പക്ഷേ എന്ത് കാര്യമാണ് പറയാൻ പോകുന്നത് എന്ന് വ്യക്തമാക്കാൻ CPI നേതാക്കളും കഴിയുന്നില്ല. MA ബേബി ഈ കരാറിനെക്കുറിച്ച് പൂർണ്ണമായും CPM ജനറൽ സെക്രട്ടറി MA ബേബി അജ്ഞനായിരുന്നു. സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനും കരാർ ഒപ്പുവയ്ക്കുന്ന വിവരം അറിയില്ലായിരുന്നു. 2 ദിവസമായി അദ്ദേഹം ഈ വിഷയത്തിൽ മൗനം തുടരുകയാണ്. ഇന്നും അദ്ദേഹം പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല. പക്ഷേ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടും. കോൺഗ്രസ് എന്തുകൊണ്ട് രാജസ്ഥാനിൽ ഒപ്പുവെച്ചു എന്ന മറുവാദമൊക്കെയാണ് ഇപ്പോൾ CPM നേതാക്കൾ ഉന്നയിക്കുന്നത്. ഒരു തരത്തിലും ദേശീയ വിദ്യാഭ്യാസ നയം RSSന്റെ അജണ്ടകൾ ഇവിടെ നടപ്പാകില്ല എന്ന് ആവർത്തിച്ചു പറയുകയാണ് വിദ്യാഭ്യാസ മന്ത്രിയും അതുപോലെ തന്നെ നിയമമന്ത്രിയും ഒക്കെ. വകുപ്പുകളിലും ഫയലുകൾ അയക്കുമ്പോൾ നിയമവകുപ്പ് അഭിപ്രായം നൽകും. ഭരണവകുപ്പിന് അതിൻ്റെ അടിസ്ഥാനത്തിൽ നയപരമായ തീരുമാനമെടുക്കും. അപ്പോൾ ഓരോ വകുപ്പിനും അത് സംബന്ധിച്ച് തീരുമാനമെടുക്കാം. ഇപ്പോൾ ഇത് സംബന്ധിച്ച് എന്തായാലും ചർച്ച നടക്കുന്നുണ്ടല്ലോ. LDF അത് വിശദമായിട്ട് ചർച്ച ചെയ്യുമെന്നും കണ്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് നമുക്ക് എല്ലാവർക്കും കാക്കാം.
നാഥൂറാം വിനായക ഗോഡ്സെയും ഹെഡ്ഗേവാറിനെയും ഒക്കെ കേരളത്തിലെ കുട്ടികൾ പഠിക്കേണ്ടി വരും. ഇത്രയും നാൾ അവരെപ്പറ്റി പ്രചരിപ്പിച്ചിരുന്ന തെറ്റായ കാര്യങ്ങളായിരുന്നു. അത് തിരുത്തി ആരാണ് യഥാർത്ഥത്തിൽ ഈ നേതാക്കൾ എന്ന കാര്യങ്ങൾ കേരളത്തിലെ കുട്ടികൾ പഠിക്കേണ്ടി വരും. അതുതന്നെ വിദ്യാഭ്യാസ നയം അതേപടി നടപ്പാക്കേണ്ടി വരും. PMCയിൽ ഒപ്പിട്ട പണം വാങ്ങി മിണ്ടാതിരിക്കാൻ കഴിയില്ല നിലപാട് ഇന്നലെ BJPയുടെ നേതാവ് K. സുരേന്ദ്രൻ പറഞ്ഞിരുന്നു. ഇന്ന് സുരേന്ദ്രന്റെ മറുപടിയുമായി വിദ്യാഭ്യാസ മന്ത്രി നേരിട്ട് രംഗത്ത് വരികയും ചെയ്തു. എല്ലാം സുരേന്ദ്രന്റെ സ്വപ്നമാണ്. ഒരു കാരണവശാലും കേരളത്തിൽ RSSന്റെ സംഘപരിവാറിന്റെ വിദ്യാഭ്യാസ നയം നടപ്പാക്കില്ല എന്ന് തന്നെ ഇന്നും ആവർത്തിച്ചു പറയുകയാണ് വിദ്യാഭ്യാസ മന്ത്രി V. ശിവൻകുട്ടി. കേരളത്തിലെ ഇന്നലെ വരെ തുടർന്ന് വന്നിട്ടുള്ള ഇടതുപക്ഷ ജനാധിപത്യ പ്രസ്ഥാനത്തിന്റെ വിദ്യാഭ്യാസ നയം ഒരു കാരണവശാലും അടിയറ വയ്ക്കുന്ന പ്രശ്നമേ ഇല്ല. ഇന്നലെ BJPയുടെ നേതാവ് സുരേന്ദ്രൻ പറയുന്നത് കേട്ടു, ദേശീയ അടിസ്ഥാനത്തിലുള്ള RSSന്റെയും അതുപോലെ ഉള്ള ആൾക്കാരുടെ ചരിത്രവും അവരുടെ പ്രവർത്തന ശൈലിയൊക്കെ തന്നെ ഞങ്ങൾ കേരളത്തിലെ വിദ്യാർത്ഥികളെ പാഠപുസ്തകത്തിലൂടെ പഠിപ്പിക്കും എന്നാണ് പറയുന്നത്. അത് ഒരു കാരണവശാലും കേരളത്തിൽ നടക്കാൻ പോകുന്ന കാര്യമല്ല. അത് സുരേന്ദ്രന്റെ സ്വപ്നം മാത്രമാണെന്ന് സൂചിപ്പിക്കാൻ വേണ്ടി ഞാൻ ആഗ്രഹിക്കുകയാണ്. നേതാക്കൾ ഇതൊക്കെ പറയുമ്പോഴും എങ്ങനെയാണ് ഈ പ്രതിസന്ധിക്ക് പരിഹാരമുണ്ടാകുക? CPI എടുത്തത് ഏറ്റവും കടുത്ത ഒരു നിലപാട് പ്രഖ്യാപനമാണ്. ഒരു വിധത്തിൽ പിന്നോട്ട് പോകാൻ ഇനി അവർക്ക് കഴിയില്ല. സംസ്ഥാന കൗൺസിലിന്റെ അറിവില്ലാതെ ഈ നിലപാടിൽ നിന്ന് പിന്നോട്ട് പോകാനും കഴിയില്ല. നാളെ സംസ്ഥാന എക്സിക്യൂട്ടീവ് ചേരുമ്പോൾ മുഖ്യമന്ത്രിയുടെ ഉറപ്പിൽ നിന്നുകൂടി കാര്യമായി ഒന്നും ലഭിച്ചില്ലെങ്കിൽ കടുത്ത നിലപാടിലേക്ക് CPI പോകാൻ തന്നെയാണ് സാധ്യത. അങ്ങനെ സമാനതകളില്ലാത്ത പ്രതിസന്ധിയിലേക്ക് സംസ്ഥാനത്തെ ഇടതുമുന്നണി ഒന്നാകെ മാറുന്നു എന്നുള്ളതാണ് ഇപ്പോഴത്തെ രാഷ്ട്രീയ ചിത്രം. മുന്നണി യോഗം വിളിച്ച് പ്രശ്നം പരിഹരിക്കാനുള്ള ശ്രമങ്ങളും ആരംഭിച്ചിട്ടില്ല. അതും മുഖ്യമന്ത്രിയുടെ അനുമതിയും അറിവും വേണം. മുഖ്യമന്ത്രിക്കാണ് ഇതുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും അറിയാവുന്ന ഒരാൾ മുഖ്യമന്ത്രി കൂടിയാണ്. മുഖ്യമന്ത്രി ഇന്ന് രാത്രി തിരുവനന്തപുരത്ത് മടങ്ങിയെത്തും. ഈ 30-ാം തീയതി അദ്ദേഹം തിരികെ ഖത്തറിലേക്ക് പോവുകയും ചെയ്യും. ഇതിനിടയിൽ എപ്പോഴാണ് ഈ സമവായ ചർച്ചകൾ നടക്കുക എന്നാണ് അറിയേണ്ടത്. എങ്ങനെ CPIയെ അനുനയിപ്പിച്ച് കൂടെ നിർത്താനാകുമെന്ന ചർച്ചയാണ് ഇപ്പോൾ CPM-ലും സജീവമായി നടക്കുന്നത്. PM ശ്രീ പദ്ധതിയിൽ CPM-ലെ മന്ത്രിമാരോട് മുഖ്യമന്ത്രി പിണറായി വിജയൻ കള്ളത്തരം കാണിച്ചെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. MA ബേബി വിധേയനെ പോലെയാണ് നിൽക്കുന്നതെന്നും സീതാറാം യെച്ചൂരി ജനറൽ സെക്രട്ടറി ആയിരുന്നുവെങ്കിൽ ഇത് നടക്കില്ലായിരുന്നുവെന്നും സതീശൻ പറഞ്ഞു. മുഖ്യമന്ത്രി പിണറായി വിജയനെ ആര് ബ്ലാക്ക്മെയിൽ ചെയ്തെന്നും അദ്ദേഹം ചോദിച്ചു. അതൊക്കെ അവർ പോയിക്കോട്ടെ, അതൊന്നും നമ്മളെ ചെയ്യുന്ന പ്രശ്നമല്ല. ഇതിന്റെ അകത്ത് വിഷയം എന്താണ്? 10-ാം തീയതി പ്രധാനമന്ത്രിയെയും ആഭ്യന്തരമന്ത്രി അമിത്ഷായെയും മുഖ്യമന്ത്രി കാണുന്നു. ഇതുവരെയുള്ള CPM-ന്റെ ഓൾ ഇന്ത്യ കമ്മിറ്റിയുടെയും സംസ്ഥാന കമ്മിറ്റിയുടെയും നയം എന്താണ്? ഇതിന് 2 ആഴ്ച മുമ്പ് മന്ത്രി ശിവൻകുട്ടി ചിന്തയിൽ കൊടുത്തിരിക്കുന്ന അഭിമുഖത്തിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത്? ആഞ്ഞടിച്ചിരിക്കുകയാണ് ഇതിനെതിരെ. 10-ാം തീയതി എന്ത് സംഭവിച്ചു? ഡൽഹിയിൽ എന്താ സംഭവിച്ചത്? അമിത്ഷായുടെ വസതിയിൽ വെച്ചാണെന്ന് തോന്നുന്നു കണ്ടത്. എനിക്ക് തോന്നുന്നു, ഞാനത് പരിശോധിച്ചിട്ടില്ല. എന്താ അവിടെ വെച്ച് നടന്നത്? എന്ത് ഡീലാണ് അവിടെ വെച്ച് നടന്നത്? 16-ാം തീയതി ഒപ്പുവയ്ക്കുന്നു. 22-ാം തീയതി മന്ത്രിസഭാ യോഗത്തിൽ CPI വാശിയോടുകൂടി എതിർക്കുന്നു. അപ്പൊ മുഖ്യമന്ത്രിയും വിദ്യാഭ്യാസ മന്ത്രിയും മിണ്ടാതിരിക്കുന്നു. ഒപ്പുവെച്ചിട്ട് വന്നിട്ടിരിക്കുകയാണ്. കൂടെയുള്ള മന്ത്രിമാരോട് വരെ കള്ളത്തരം കാണിക്കുകയാണ്. ഒപ്പുവെച്ചിട്ട് വന്നിട്ടിരിക്കുമ്പോൾ ആ CPI മന്ത്രി എല്ലാ മന്ത്രിമാർക്കും കൂടി വേണ്ടിയിട്ട് ഇതൊരിക്കലും ഒപ്പുവെക്കരുതെന്ന് പറയുമ്പോൾ രണ്ടുപേരും മൗനം അവലംബിക്കും. സീതാറാം യെച്ചൂരിയാണ് ആ പൊസിഷൻ ഉണ്ടായിരുന്നെങ്കിൽ ഇത് ഒപ്പുവെക്കില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അദ്ദേഹം സമ്മതിക്കില്ലേ? MA ബേബിയൊക്കെ വിധേയനെ പോലെ നിൽക്കുകയാണ്. ഇതേ സംസ്ഥാന ഘടകം തീരുമാനിക്കട്ടെ. CPIയെ പരിഹസിച്ച് SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ. ജീവിച്ചിരിപ്പുണ്ടെന്ന് കാണിക്കാനാണ് CPI എതിർപ്പുയർത്തുന്നത്. മുഖ്യമന്ത്രിയെ കണ്ട് സംസാരിച്ചാൽ CPIയുടെ പ്രശ്നമെല്ലാം അവിടെ തീരുമെന്നും വെള്ളാപ്പള്ളി പറഞ്ഞു. അത് മുന്നണി മര്യാദ പിണറായി വെച്ച് അതൊക്കെ പാസ്സാക്കി പോയി മുന്നണി മര്യാദ പാലിച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ അടങ്ങാനുള്ള കാര്യമുള്ളൂ. അത് സാക്ഷാൽ പിണറായി നേരെ വന്ന് കാര്യങ്ങൾ പറയുമ്പോൾ അതങ്ങ് അവസാനിക്കും. അവർ ജീവിച്ചിരിക്കുന്നത് അറിയിക്കണ്ടേ? കാരണം ഞങ്ങൾക്ക് അഭിപ്രായം ഉണ്ടായിരുന്നു, ഞങ്ങൾ ഇങ്ങനെ പറഞ്ഞായിരുന്നു എന്നൊക്കെ പറയണ്ടേ? അങ്ങനെ ഇതൊക്കെ മുമ്പ് പറഞ്ഞ പല കാര്യങ്ങളും പറഞ്ഞാൽ വേണ്ടി നിന്നാ ഒരു അന്തർധാരയില്ല. ഇതൊക്കെ രാഷ്ട്രീയമല്ലേ? ഈ രാഷ്ട്രീയം എന്ന് പറഞ്ഞെടുത്ത് ആരെങ്കിലും നിന്നിട്ടുണ്ടോ? മാറിയും പറഞ്ഞു പോകും. ശബരിമല സ്വർണ്ണപ്പാളി മോഷണ കേസിൽ അന്വേഷണം വ്യാപിപ്പിച്ച SIT ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കസ്റ്റഡി കാലാവധി അവസാനിക്കാൻ ഒരാഴ്ച മാത്രം ശേഷിക്കുന്ന പശ്ചാത്തലത്തിലാണ് തെളിവെടുപ്പ് ഉൾപ്പെടെ ഊർജിതമാക്കിയിരിക്കുന്നത്. അതേസമയം ബെല്ലാരിയിലെ ജ്വല്ലറി ഉടമ ഗോവർദ്ധന്റെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ പോറ്റിയെ ചോദ്യം ചെയ്യുന്നത് തുടരുകയാണ്.
ശബരിമലയിലെ സ്പോൺസർ എന്ന് വിശേഷിപ്പിച്ച ശേഷം തന്നെയും ഉണ്ണികൃഷ്ണൻ പോറ്റി കബളിപ്പിച്ചതായി ഗോവർദ്ധൻ അന്വേഷണ സംഘത്തിന് മൊഴി നൽകിയതായാണ് സൂചന. ഗോവർദ്ധനും ശബരിമല തന്ത്രിയും തമ്മിൽ അടുത്ത ബന്ധമുണ്ടെന്ന് വ്യക്തമാക്കുന്ന വിവരങ്ങൾ പുറത്ത്. ശബരിമലയിലെ സ്വർണ്ണപ്പാളി മോഷണക്കേസിൽ പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ കസ്റ്റഡിയിൽ തുടരുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കസ്റ്റഡി കാലാവധി അവസാനിക്കാൻ ഒരാഴ്ച മാത്രം ബാക്കി നിൽക്കുന്ന പശ്ചാത്തലത്തിലാണ് തെളിവെടുപ്പ് ഉൾപ്പെടെയുള്ള നടപടികൾ ഊർജിതമാക്കാനുള്ള നീക്കം SITയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നത്. അതിനിടെയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി 2019 ശബരിമലയിൽ നിന്ന് മോഷ്ടിച്ച സ്വർണം കൈമാറിയതെന്ന് കരുതുന്ന ബെല്ലാരിയിലെ ജ്വല്ലറി ഉടമ ഗോവർദ്ധനുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ കൂടി ഇപ്പോൾ പുറത്തേക്ക് വരുന്നത്. ഗോവർദ്ധനൻ 2023 ജൂലൈ 3-ന് ശബരിമലയിലെ തന്ത്രി കണ്ഠരര് മഹേഷ് മോഹനരെ ജ്വല്ലറിയിൽ അയ്യപ്പ പൂജയ്ക്കായി ക്ഷണിച്ചതിന്റെ ഇൻവിറ്റേഷൻ കാർഡ് അടക്കമാണ് ഇപ്പോൾ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് ഉൾപ്പെടെ ലഭിച്ചിരിക്കുന്നത്. അതായത് കഴിഞ്ഞ 35 വർഷമായി ശബരിമലയിൽ താൻ സ്ഥിരം ദർശനത്തിന് എത്താറുണ്ടായിരുന്നതും ശബരിമലയുമായി ബന്ധപ്പെട്ട് തന്നാലാവുന്നതെല്ലാം അവിടെ ചെയ്യാറുണ്ടായിരുന്നതും തനിക്ക് ലഭിക്കുന്ന ലാഭവിഹിതത്തിന്റെ ഒരു പങ്ക് ശബരിമലയുടെ പുണ്യപ്രവൃത്തികൾക്ക് വേണ്ടി കൈമാറാറുണ്ടായിരുന്നുവെന്നും കഴിഞ്ഞ ദിവസം ന്യൂസ് 18 തന്നെയാണ് ഗോവർദ്ധനൻ വ്യക്തമാക്കിയത്. അത് ശരിവെക്കുന്ന തരത്തിലുള്ള വിവരങ്ങളാണ് അന്വേഷണ സംഘത്തിന് ലഭിച്ചിരിക്കുന്നത്. അതോടൊപ്പം പ്രധാനപ്പെട്ട കാര്യം ഗോവർദ്ധനൻ തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റി തന്നെ പലതും പറഞ്ഞ് കബളിപ്പിക്കുകയായിരുന്നുവെന്ന വിവരം അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് കൈമാറിയിട്ടുണ്ട്. അതിൽ മാധ്യമങ്ങളോട് ഇപ്പോൾ തനിക്ക് പരസ്യമായി എല്ലാം പ്രതികരിക്കാനാവില്ല എന്നും എന്നാൽ വിവരങ്ങൾ മുഴുവൻ SITക്ക് കൈമാറിയിട്ടുണ്ടോ എന്നുമാണ് ഗോവർദ്ധൻ തന്നെ വ്യക്തമാക്കിയിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി തനിക്കുള്ള ബന്ധങ്ങൾ ഫോട്ടോകളായി കാണിച്ചുകൊണ്ട് കേരളത്തിന് പുറത്തുള്ള അയ്യപ്പ ഭക്തരെ അടക്കം സ്വാധീനിച്ച് സാമ്പത്തികമായി അവരെ ചൂഷണം ചെയ്യാനുള്ള ബോധപൂർവമായ ഇടപെടൽ നടത്തിയിട്ടുണ്ട് എന്ന വിലയിരുത്തലാണ് SIT ഉള്ളത്. അതുകൊണ്ട് തന്നെ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ബന്ധപ്പെട്ട ഗൂഢാലോചനയിൽ ദേവസ്വം ബോർഡിലെ ഉദ്യോഗസ്ഥർക്കും ഉണ്ണികൃഷ്ണൻ പോറ്റിക്കും അപ്പുറത്തേക്ക് മറ്റേതെങ്കിലും തരത്തിലുള്ള രാഷ്ട്രീയ സ്വാധീനം ഉണ്ടോ എന്ന് കണ്ടെത്തുന്നതിനുള്ള പരിശോധനയും ഹൈക്കോടതിയുടെ നിരീക്ഷണത്തിൽ SIT ഊർജിതമായി പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. പോറ്റിക്ക് വേണ്ടി ഒത്താശ ചെയ്തു കൊടുത്തത് ദേവസ്വം ബോർഡും മന്ത്രിയുമെന്ന പ്രതിപക്ഷ നേതാവ് VD സതീശൻ. ഉണ്ണികൃഷ്ണൻ പോറ്റി കുടുങ്ങിയാൽ ഇവരെല്ലാം കുടുങ്ങും. അതിനാൽ പോറ്റിയെ രക്ഷിക്കാൻ ശ്രമമെന്നും സതീശൻ ആരോപിച്ചു. പോറ്റിക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ ഒത്താശകളും ചെയ്തു കൊടുത്തത് അന്നത്തെ ദേവസ്വം ബോർഡും അന്നത്തെ ദേവസ്വം മന്ത്രിയാണ്. എല്ലാ കാര്യങ്ങളും എല്ലാത്തിനുള്ള അവസരം ഉണ്ടാക്കി കൊടുത്തു. ഇവിടെ നിന്ന് ദ്വാരപാലക വിഗ്രഹം ശബരിമല ക്ഷേത്രത്തിൽ നിന്ന് കൊണ്ടുപോയിട്ട് 1 മാസവും 9 ദിവസത്തിനും ശേഷമാണ് ചെന്നൈയിൽ എത്തിച്ചേർന്നത് എന്നറിയണം. അപ്പൊ ഈ 39-40 ദിവസം ഈ ദ്വാരപാലക വിഗ്രഹം എവിടെയായിരുന്നു? അയ്യപ്പന്റെ സ്വത്താണ്. ഉണ്ണികൃഷ്ണൻ പോറ്റി മാത്രമാണ് ഉത്തരവാദിയെങ്കിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിക്കെതിരായി എന്തുകൊണ്ട് ക്രിമിനൽ പ്രൊസീഡിംഗ്സ് സ്വീകരിച്ചില്ല? എടുക്കായിരുന്നല്ലോ. ഉണ്ണികൃഷ്ണൻ പോറ്റി മാത്രമാണ്. അപ്പൊ ഉണ്ണികൃഷ്ണൻ പോറ്റി കുടുങ്ങിയാൽ ഇവരെല്ലാവരും കുടുങ്ങും എന്നിവർക്ക് വ്യക്തമായിട്ട് അറിയാമായിരുന്നു. അതുകൊണ്ട് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ രക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള ഏർപ്പാട് കൂടി ചെയ്തു. കൊടുത്തത് മുഴുവൻ ചെമ്പുപാളിയാണെന്ന് എഴുതി കൊടുത്തു. ലൈംഗിക പീഡന ആരോപണം നേരിടുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ MLAക്കൊപ്പം റോഡ് ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്ത പാലക്കാട് നഗരസഭാ അധ്യക്ഷ പ്രമീള ശശിധരൻ പങ്കെടുത്ത സംഭവം വിവാദമായി. ഇതോടെ പ്രമീള ശശിധരനെ തള്ളി BJP നേതൃത്വം രംഗത്തെത്തി. സംഭവം പാർട്ടി പരിശോധിക്കുമെന്ന് BJP പാലക്കാട് ഈസ്റ്റ് ജില്ലാ പ്രസിഡന്റ് പ്രശാന്ത് ശിവൻ പറഞ്ഞു. ഭാരതീയ ജനതാ പാർട്ടിയുടെ നിലപാട് എന്നുള്ളത് വളരെ കൃത്യമായി തന്നെ ഞാൻ പറഞ്ഞു കഴിഞ്ഞു. രാഹുൽ മാങ്കൂട്ടത്തിനോടൊപ്പം വേദി പങ്കിടുകയോ അദ്ദേഹത്തോടൊപ്പം പരിപാടികളിൽ പങ്കെടുക്കുകയോ പൊതുപരിപാടികളിൽ പങ്കെടുക്കുകയോ ചെയ്യരുത് എന്നതാണ് ഓരോ പാർട്ടി പ്രവർത്തകനിൽ നിന്നും പാർട്ടി പ്രതീക്ഷിക്കുന്നത്. ഇന്നലെ പാലക്കാട് നഗരസഭാ ചെയർപേഴ്സൺ പാലക്കാട് MLAയോടൊപ്പം വേദി പങ്കിട്ടിട്ടുണ്ട്. അത് അവർ ആ പരിപാടിയിൽ പങ്കെടുക്കാൻ പാടില്ലായിരുന്നു. പാർട്ടിയുടെ പ്രവർത്തകൻ എന്ന നിലയിൽ പാർട്ടി തീരുമാനത്തോടൊപ്പം നിന്നുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിനോടൊപ്പം അവരിന്നലെ പാലക്കാട് നടന്ന പരിപാടിയിൽ പങ്കെടുക്കാൻ പാടില്ലായിരുന്നു. അരുതാത്ത കാര്യമാണ് സംഭവിച്ചിട്ടുള്ളത്. ഈ വിഷയം സംസ്ഥാന നേതൃത്വത്തിന്റെ ശ്രദ്ധയിൽ വന്നിട്ടുണ്ട്. സംസ്ഥാന നേതൃത്വം എന്താണ് അതിനകത്ത് തീരുമാനമെടുക്കേണ്ടത് എന്നതിനെ സംബന്ധിച്ച് വരും ദിവസങ്ങളിൽ വളരെ വ്യക്തമായ രീതിയിൽ തന്നെ വിശദീകരണം നൽകും.
CPM-ന്റെയും BJP-യുടെയും എതിർപ്പ് തണുത്തതോടെ രാഹുൽ മാങ്കൂട്ടത്തിൽ മണ്ഡലത്തിലെ പൊതുപരിപാടികളിൽ കൂടുതൽ സജീവമാവുകയാണ്. രാഹുലിനെതിരെ വലിയ സമരപരിപാടികൾ പ്രഖ്യാപിച്ച BJP-യും CPM-ഉം ഇപ്പോൾ സമരത്തിന് ഇറങ്ങുന്നില്ല. ഇതിനിടെയാണ് നഗരസഭാ അധ്യക്ഷ രാഹുൽ മാങ്കൂട്ടത്തിൽ പങ്കെടുത്ത ചടങ്ങിൽ വേദി പങ്കിട്ടത്. കൂടുതൽ വിവരങ്ങളുമായി CV അനുമോദാണ് ചേരുന്നത്. അനുമോദ്, എന്തായാലും MLA അവിടെ സജീവമാവുകയാണ്. സമരവും പ്രതിഷേധവും ഒക്കെ അവസാനിച്ച സാഹചര്യത്തിൽ പക്ഷേ രാഹുലിനൊപ്പം വേദി പങ്കിട്ടത് ശരിയായില്ല എന്ന് BJP നേതൃത്വം പറയുന്നു. രാഹുൽ മാങ്കൂട്ടത്തിലിനെ പൊതുപരിപാടികളിൽ പങ്കെടുക്കാൻ അനുവദിക്കില്ലെന്നും തടയുമെന്നും ഒക്കെയായിരുന്നു DYFIയുടെയും BJPയുടെയും നേരത്തെ പ്രഖ്യാപനമെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പോൾ സ്വാഭാവികമായി പരിപാടികളിൽ പങ്കെടുക്കുന്ന ഒരു സാഹചര്യമാണ് പാലക്കാട് സംജാതമായിരിക്കുന്നത്. അദ്ദേഹം ഇതിനോടകം തന്നെ നിരവധി പരിപാടികളിൽ പങ്കെടുത്തു കഴിഞ്ഞു. അവിടെ ഒന്നും തന്നെ ആദ്യം ഉണ്ടായതുപോലെ ഒരു പ്രതിഷേധവും ഉണ്ടായിട്ടില്ല. കഴിഞ്ഞ ദിവസം BJP നഗരസഭാധ്യക്ഷ പ്രമീള ശശിധരന്റെ കൂടെ രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തതാണ് ഇപ്പോൾ വിവാദമായിട്ടുള്ള മറ്റൊരു കാര്യം. നേരത്തെ BJPയുടെ വിലക്കുണ്ടായിട്ടും പ്രമീള ശശിധരൻ ഇതിൽ പങ്കെടുത്തു എന്നുള്ളതാണ് പാലക്കാട് BJPയെ ഇപ്പോൾ വെട്ടിലാക്കിയിരിക്കുന്നത്. ഇതിനെതിരെ പാലക്കാട് BJP അധ്യക്ഷൻ, ജില്ലാ അധ്യക്ഷൻ തന്നെ രംഗത്ത് വന്നിട്ടുണ്ട്. ഗുരുതരമായ വീഴ്ചയാണ് നഗരസഭ അധ്യക്ഷയുടെ ഭാഗത്ത് ഉണ്ടായിരിക്കുന്നത്. ഇത് സംസ്ഥാന നേതൃത്വത്തെ അറിയിക്കും, നടപടി സ്വീകരിക്കും. ഇക്കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയും ഉണ്ടാകില്ല എന്നതാണ് അദ്ദേഹം പരസ്യമായി പ്രഖ്യാപിച്ചത്. അതേസമയം രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പ്രതിഷേധങ്ങൾ തുടർച്ചയായി നടത്തുന്നത് അത് മറ്റൊരു തരത്തിൽ അദ്ദേഹത്തിന് ഗുണം ചെയ്യുന്ന സാഹചര്യം ഉണ്ടാകുന്ന വിലയിരുത്തലാണ് ഇപ്പോൾ പാർട്ടികൾക്കുള്ളത്. അതായത് ജനങ്ങൾക്കിടയിൽ പ്രവർത്തിക്കാൻ ജനപ്രതിനിധി അനുവദിക്കാതിരിക്കുന്നത് മറ്റൊരു സന്ദേശം നൽകുമെന്നതുകൊണ്ടാണ് ഇപ്പോൾ പ്രതിഷേധങ്ങളിൽ നിന്ന് CPM-ഉം അതുപോലെ BJP-യും ഒക്കെ തന്നെ പിന്മാറിയിരിക്കുന്നതെന്നാണ് ലഭ്യമാകുന്ന വിവരങ്ങൾ. അല്ലെങ്കിൽ ഒരു വലിയ പ്രതിഷേധങ്ങളുണ്ട്, പരസ്യമായ പ്രതിഷേധം കൊണ്ട് ഇനി കാര്യമില്ല എന്ന തരത്തിലേക്ക് സാഹചര്യങ്ങൾ മാറിയിട്ടുണ്ട് എന്ന് നേതൃത്വം ഉൾക്കൊള്ളുന്നുണ്ട്. പക്ഷേ ഇത് പരസ്യമായിട്ട് സമ്മതിക്കുന്നില്ല. ഈ കാര്യത്തിൽ മുൻപ് പ്രഖ്യാപിച്ച നിലപാട് തന്നെ ആവർത്തിക്കുകയാണ് BJP നേതൃത്വം ചെയ്യുന്നത്. എന്നാൽ BJPയെ സംബന്ധിച്ച് BJPയിലെ ആഭ്യന്തര കലഹം പുറത്തു വരുന്ന ഒരു സാഹചര്യം കൂടിയാണ് ഈ പ്രമീള ശശിധരൻ രാഹുൽ മാങ്കൂട്ടത്തിനൊപ്പം വേദി പങ്കിട്ടതിലൂടെ ഉണ്ടായിരിക്കുന്നത്. C കൃഷ്ണകുമാറിനെതിരായിട്ടുള്ള BJPയിലെ ഒരു വിഭാഗത്തിന്റെ നിലപാട് വ്യക്തമാക്കുന്നതായിരുന്നു പ്രമീള ശശിധരന്റെ കഴിഞ്ഞ ദിവസത്തെ നടപടികൾ. അതിനെതിരെയും വലിയ പ്രതിഷേധം പാർട്ടി നേതൃത്വത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നുണ്ട്. ഈ കാര്യങ്ങളിൽ വരും ദിവസങ്ങളിൽ വലിയ പ്രതിഷേധങ്ങൾക്ക് സാധ്യതയുണ്ട് എന്ന് നേതൃത്വങ്ങൾ വ്യക്തമാക്കുമ്പോഴും തെരഞ്ഞെടുപ്പ് തൊട്ടടുത്തെത്തിയ സാഹചര്യത്തിൽ എന്തെല്ലാം നടപടികളായിരിക്കും ഉണ്ടാവുക എന്നുള്ളതാണ് കണ്ടറിയേണ്ടത്. പാലക്കാട് നിന്നും CV അനുമോദ്, ന്യൂസ് 18. കണ്ണൂർ മുൻ ADM നവീൻ ബാബുവിന്റെ മരണത്തിൽ മാനനഷ്ട കേസ് ഫയൽ ചെയ്ത കുടുംബം 65 ലക്ഷം രൂപ നഷ്ടപരിഹാരം ആവശ്യപ്പെട്ടാണ് പത്തനംതിട്ട സബ് കോടതിയെ സമീപിച്ചത്. PP ദിവ്യ കൈക്കൂലി ആരോപണം ഉന്നയിച്ച TV പ്രശാന്തൻ എന്നിവർക്കെതിരെയാണ് കേസ്. ADM നവീൻ ബാബുവിൻ്റെ മരണവുമായി ബന്ധപ്പെട്ടാണ് കുടുംബം ഇപ്പോൾ മാനനഷ്ട കേസ് കൂടി പത്തനംതിട്ട സബ് കോടതിയിൽ സമർപ്പിച്ചിട്ടുള്ളത്. അത് പ്രധാനമായും ഈ പ്രതികളായ PP ദിവ്യക്കെതിരെയും ഒപ്പം ഈ പെട്രോൾ പമ്പ് തുടങ്ങാൻ വേണ്ടി തൻ്റെ കയ്യിൽ നിന്നും ADM പണം ആവശ്യപ്പെട്ടുവെന്ന് ആരോപണം ഉന്നയിച്ച TV പ്രശാന്തിനെതിരെയുമാണ് ഈ ഇത്തരത്തിലൊരു കേസ് നൽകിയിട്ടുള്ളത്. അത് എന്തായാലും ഈ രണ്ടു പേർക്കെതിരെയും കോടതി ഇപ്പോൾ സമൻസ് അയച്ചിട്ടുണ്ട്, ഹാജരാവാൻ വേണ്ടി സമൻസ് അയച്ചിട്ടുണ്ട്. ഈ രണ്ടുപേരും ഗൂഢാലോചന നടത്തിയെന്നാണ് കുടുംബം വിശ്വസിക്കുന്നത്. ഭാര്യ മഞ്ജുഷയും അതാണ് പറയുന്നത്. തുടക്കം മുതൽ കുടുംബം ഈ കാര്യം കൃത്യമായി ഈ അന്വേഷണ സംഘത്തോട് ആവശ്യപ്പെട്ടിരുന്നു. പക്ഷേ ഈ കാര്യങ്ങളൊന്നും അന്വേഷണ സംഘം പരിശോധിച്ചില്ല എന്നുള്ളൊരു ആരോപണം കൂടി കുടുംബം ഉന്നയിക്കുന്നു. ഫോൺ രേഖകൾ, പ്രശാന്തനുമായി സംസാരിച്ചുള്ള ഫോൺ രേഖകളൊന്നും തന്നെ പരിശോധിച്ചിട്ടില്ല. സത്യസന്ധനായ ഒരു ഉദ്യോഗസ്ഥനെ വലിയ രീതിയിൽ കുരുക്കാൻ വേണ്ടി ഗൂഢാലോചന നടത്തിയാണ് രണ്ടുപേരും, അതായത് PP ദിവ്യയും പ്രശാന്തനും ഗൂഢാലോചന നടത്തിയെന്നാണ് കുടുംബം പ്രധാനമായും ഉന്നയിക്കുന്നത്. അതുകൊണ്ട് തന്നെ കൃത്യമായി ഈ നഷ്ടപരിഹാരത്തിനൊപ്പം 65 ലക്ഷം രൂപയാണ് നഷ്ടപരിഹാരമായി ആവശ്യപ്പെട്ടിട്ടുള്ളത്. അതിനപ്പുറത്തേക്ക് കേസിലേക്ക് ഇവരെ കൊണ്ടുവരിക എന്നുള്ള കാര്യം കൂടി ഇതിനകത്തുണ്ട്. എന്തായാലും വിശദമായ ഒരു അന്വേഷണം ഇതിൽ ഉണ്ടാകണമെന്നാണ് കുടുംബം ആവശ്യപ്പെടുന്നത്. നേരത്തെ അവർ നൽകിയ നിയമപരമായുള്ള നിയമ പോരാട്ടം കഴിഞ്ഞ് 1 വർഷമായി കുടുംബം നടത്തുകയാണ്. പക്ഷേ തങ്ങൾക്ക് നീതി ലഭിച്ചിട്ടില്ല എന്നൊരു കാര്യമാണ് കുടുംബം പ്രധാനമായും പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ കേസിലെ ഗൂഢാലോചന നടത്തിയിട്ടുള്ള ഈ ADMന്റെ മരണവുമായി ബന്ധപ്പെട്ട് മാനസിക സമ്മർദ്ദത്തിലാക്കുന്ന രീതിയിലേക്ക് ഇത്തരത്തിലൊരു ഗൂഢാലോചന നടത്തി ADM മരിക്കാനിടയുണ്ടായ സാഹചര്യത്തിൽ അതിൻ്റെ പ്രധാന കണ്ണികളാണ് ഈ രണ്ടുപേരും. അതുകൊണ്ട് തന്നെ അവർ രണ്ടുപേർക്കെതിരെയുമാണ് ഇപ്പോൾ ഒരു മാനനഷ്ട കേസ് കൂടി കുടുംബം നഷ്ടപരിഹാരം ആവശ്യപ്പെട്ട് നൽകിയിട്ടുള്ളത്. എന്തായാലും നവംബർ ആദ്യവാരത്തോടു കൂടി ഈ കേസ് പരിഗണിക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത്. അടിമാലി കൂമ്പൻപാറയിൽ മണ്ണിടിച്ചിലിൽ മരിച്ച ബിജുവിന്റെ സംസ്കാരം വൈകിട്ട് നടക്കും. ഇന്ന് പുലർച്ചെ 4:30യോടെയാണ് ബിജുവിന്റെ മൃതദേഹം പുറത്തെടുത്തത്. ബിജുവിന്റെ ഭാര്യ സന്ധ്യ ഗുരുതര പരിക്കുകളോടെ ആശുപത്രിയിലാണ്.
പ്രദേശത്തു നിന്ന് 22 കുടുംബങ്ങളെ നേരത്തെ മാറ്റിപ്പാർപ്പിച്ചതിനാൽ വൻ ദുരന്തമാണ് ഒഴിവായത്. ദേശീയപാത നിർമ്മാണത്തിനായി നടന്ന അശാസ്ത്രീയ മണ്ണെടുപ്പാണ് ദുരന്തത്തിന് വഴിവെച്ചതെന്ന് നാട്ടുകാർ പറയുന്നു. ദേശീയപാതയിലെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നിർത്തിവെക്കാൻ ജില്ലാ ഭരണകൂടം നിർദ്ദേശം നൽകി. രാത്രി 10:30 നാടിനെ നടുക്കിയ ദുരന്തം. കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ കൂമ്പൻപാറയ്ക്ക് സമീപം ലക്ഷൻ വീട് ഉന്നതിയിലെ വീടുകൾക്ക് മുകളിലേക്കാണ് മണ്ണിടിഞ്ഞു വീണത്. ക്യാമ്പിൽ നിന്നും വീട്ടിലേക്കിറങ്ങിയ ബിജുവും ഭാര്യയും അപകടത്തിൽപ്പെട്ടു. നാട്ടുകാരും ഫയർഫോഴ്സും പോലീസും ചേർന്ന് 7 മണിക്കൂർ നീണ്ട പരിശ്രമത്തിനൊടുവിലാണ് ഇരുവരെയും പുറത്തെടുക്കാനായത്. പക്ഷേ ബിജു മരിച്ചു. പ്രദേശത്തെ വൈദ്യുതി ബന്ധം നഷ്ടമായതിനാൽ രക്ഷാപ്രവർത്തനത്തിന് വലിയ വെല്ലുവിളിയുണ്ടായി. ദുരന്ത സാധ്യത മുന്നിൽ കണ്ട് പ്രദേശത്തെ 22 കുടുംബങ്ങളെ അടിമാലി ഗവൺമെന്റ് ഹൈസ്കൂൾ കെട്ടിടത്തിലേക്ക് ഇന്നലെ തന്നെ മാറ്റിയിരുന്നു. സാധാരണ നിലയിൽ ഇപ്പോൾ ഒരു ദുരന്തം ഉണ്ടാകുമ്പോൾ ആളുകൾ ആ ദുരന്തം ഉണ്ടാകുമെന്ന് ആ വിധത്തിൽ പ്രതീക്ഷിക്കില്ല, അല്ലെങ്കിൽ ആ വിധത്തിൽ കരുതില്ല. കാരണം സാധാരണ നിലയിൽ നമ്മൾ കാണുന്ന മഴയായതുകൊണ്ട് ചിലപ്പോൾ പ്രശ്നമുണ്ടാകില്ല എന്ന് കരുതുകയായിരിക്കും ഉണ്ടാവുക. എന്നാൽ ആളുകൾക്ക് ചെറിയ വിസമ്മതം ഉണ്ടായെങ്കിലും മിനിഞ്ഞാന്ന് രാത്രി തന്നെ ഇന്നലെ തന്നെ വളരെ ഫോഴ്സ്ഫുള്ളായി ആളുകളെ സ്ഥലത്തു നിന്ന് മാറ്റിയതുകൊണ്ടാണ് വലിയൊരു ദുരന്തം ഒഴിവായത്. രാത്രി ചില സാധനങ്ങൾ എടുക്കാനും ഭക്ഷണം കഴിക്കാനുമായിട്ടാണ് ബിജുവും ഭാര്യയും വീട്ടിലെത്തിയത്. അപ്പോഴാണ് ദുരന്തമുണ്ടായത്. ഇരുകാലുകൾക്കും ഗുരുതരമായി പരിക്കേറ്റ സന്ധ്യയെ കളമശ്ശേരി സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പ്രദേശത്ത് ദേശീയപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ടുള്ള അശാസ്ത്രീയമായ മണ്ണെടുപ്പാണ് ദുരന്തത്തിന് കാരണമെന്ന് നാട്ടുകാർ ആരോപിച്ചു. റോഡ് നിർമ്മാണം ആരംഭിച്ചപ്പോൾ മുതൽ പൊതുപ്രവർത്തകരും നാട്ടുകാരും നിർമ്മാണ പ്രവർത്തനങ്ങൾ അശാസ്ത്രീയമാണെന്ന് ചൂണ്ടിക്കാട്ടിയിട്ടും അധികൃതർ കാര്യമായ പ്രാധാന്യം നൽകിയില്ല. കഴിഞ്ഞ ദിവസത്തെ ശക്തമായ മഴയിലും ദേശീയപാതയിൽ പലയിടങ്ങളിലും മണ്ണിടിച്ചിലുണ്ടായി. ദുരന്ത ഭാഗത്ത് മണ്ണിൽ പലയിടങ്ങളിലും വിള്ളൽ വീണിരുന്നു. ഈ ഭാഗത്താണ് കഴിഞ്ഞ രാത്രിയിൽ ഇടിഞ്ഞു വീണ അപകടമുണ്ടായത്. ന്യൂസ് 18 ഇടുക്കി. അതേസമയം സന്ധ്യയുടെ ഇടത് കാലിന് ഗുരുതര പരിക്കെന്ന് രാജഗിരി ആശുപത്രി മെഡിക്കൽ സൂപ്രണ്ട് ഡോക്ടർ സണ്ണി പി ഓരത്തേൽ. കാൽമുട്ടിന് താഴോട്ട് എല്ലുകളും രക്തക്കുഴലുകളും ചതഞ്ഞരഞ്ഞു. രക്തയോട്ടം നിലച്ചത് ആന്തരിക അവയവങ്ങളുടെ പ്രവർത്തനത്തെ ബാധിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുകയാണെന്നും ഡോക്ടർ പറഞ്ഞു. ഞാനിപ്പോൾ തിയേറ്ററിൽ നിന്നും വരികയാണ്. സന്ധ്യ ബിജു എന്ന 41 വയസ്സുള്ള യുവതിയെ ഇന്ന് രാവിലെ 5:16 ഇവിടെ എത്തിച്ചത്. ആ സമയം തൊട്ട് നമ്മുടെ ഡോക്ടർമാരെല്ലാവരും ഇവിടെ ഉണ്ടായിരുന്നു. കാരണം ഇങ്ങനെ ഒരു ആക്സിഡൻറ്റ് നടന്നു, അതുപോലെ തന്നെ ഇങ്ങനെ ഒരു വ്യക്തിയെ ഇങ്ങോട്ട് കൊണ്ടുവരുന്നുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാ ടീം ഓഫ് ഡോക്ടേഴ്സ് ഇവിടെ ഉണ്ടായിരുന്നു. ആ സമയമായിരുന്നുവെങ്കിലും കൃത്യമായിട്ട് ഉടൻ തന്നെ അതിനു വേണ്ടുന്നതായിട്ട് നടപടികൾ സ്വീകരിച്ചു. ഹെഡ് ഇഞ്ചുറി ഇല്ല, നെഞ്ചിനോ അല്ലെങ്കിൽ തൊറാസിക് ക്യാവിറ്റിയിൽ ഇഞ്ചുറി ഒന്നുമില്ല, അബ്ഡോമിനൽ ഇഞ്ചുറി ഒന്നുമില്ല. പക്ഷേ ഉണ്ടായ ഇഞ്ചുറി, ഗുരുതരമായ ഇഞ്ചുറി മുഴുവനും 2 കാലിലുമാണ്. അതിൽ വലത്തെ കാലിൻ്റെ ഇഞ്ചുറി മസിൽ മുഴുവനും ക്രഷ് ചെയ്തിരിക്കുകയാണ്. മസിൽ ക്രഷ് ചെയ്ത് ഏതാണ്ടെല്ലാം ചതഞ്ഞരഞ്ഞിരിക്കുകയാണ്. പക്ഷേ ഭാഗ്യവശാൽ ആ വലത്തെ കാലിലെ ഞരമ്പുകൾക്ക് കേടില്ലാത്തതുകൊണ്ട് രക്തഓട്ടമുണ്ട്. ഏതായാലും നമ്മുടെ ടീം ഓഫ് ഡോക്ടേഴ്സ് അത് വളരെ ശ്രദ്ധാലുക്കളായിട്ട് അവർ തിയേറ്ററിലുണ്ട്. നമുക്ക് ഒരു ശുഭപ്രതീക്ഷയോട് നിൽക്കാം. ആ ലിംബ് സേവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് തീർച്ചയായിട്ടും ഞങ്ങൾ മാക്സിമം ശ്രമിക്കും. തിരുവനന്തപുരം വെള്ളനാട് സർവീസ് സഹകരണ ബാങ്ക് മുൻ സെക്രട്ടറി ഇൻചാർജ് അനിൽകുമാർ ആത്മഹത്യ ചെയ്തു. അടുത്ത വർഷം മെയ് മാസം വിരമിക്കാനിരിക്കെയായിരുന്നു മരണം. സാമ്പത്തിക കേടുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ 1.5 വർഷത്തിൽ കൂടുതലായി സസ്പെൻഷനിലായിരുന്നു. സാമ്പത്തിക ബാധ്യതയാണ് മരണകാരണമെന്നാണ് പോലീസ് നിഗമനം. സാരംഗ് സുധാകരൻ വിവരങ്ങളുമായി ചേരുന്നു. സാരംഗ്, എപ്പോഴായിരുന്നു ഇദ്ദേഹം ആത്മഹത്യ ചെയ്തത്? പോലീസ് എന്താണ് പറയുന്നത്? അശ്വതി, ഇന്ന് രാവിലെയാണ് വീടിന് വളപ്പിലുള്ള പ്ലാവിന് മുകളിൽ ഇദ്ദേഹം തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തുന്നത്. ഈ ഒരു ബാങ്കുമായി ബന്ധപ്പെട്ടുള്ള വലിയ സാമ്പത്തിക ക്രമക്കേടുകളുമായി ബന്ധപ്പെട്ട് ഇദ്ദേഹം 1.5 വർഷമായി സസ്പെൻഷനിലായിരുന്നു. ഇപ്പോൾ ആ
ഒരു ക്രമക്കേടുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങളാണ് വലിയ സാമ്പത്തിക പ്രശ്നങ്ങളിലേക്കും പിന്നീട് മാനസിക സമ്മർദ്ദത്തിലേക്കും എത്തിച്ചു എന്നാണ് കുടുംബമടക്കം ആരോപിക്കുന്നത്. ഇതിൽ പ്രധാനമായി ഭാര്യ അടക്കം ആരോപിക്കുന്ന ഒരു വസ്തുത എന്ന് പറയുന്നത് വെള്ളനാട് ശശിയാണ് ഈ ഒരു സാമ്പത്തിക ക്രമക്കേടിന് പിന്നിലുള്ളത്. അദ്ദേഹവുമായി ബന്ധപ്പെട്ട്, അതായത് ഇനി ചുരുങ്ങിയ സമയം മാത്രം, അടുത്ത മാസം മെയ്യിൽ അദ്ദേഹം റിട്ടയർ ആവും. അതിനു മുൻപ് ഈ സസ്പെൻഷൻ പിൻവലിച്ച് ഈ ജോലിക്ക് കയറാൻ കഴിഞ്ഞില്ലെങ്കിൽ പിന്നീട് മറ്റ് ആനുകൂല്യങ്ങളൊന്നും തന്നെ ലഭിക്കില്ല. അതുകൊണ്ട് തന്നെ തിരിച്ച് ജോലിക്ക് കയറാൻ വേണ്ടിയുള്ള ഒരു ശ്രമം അദ്ദേഹം നടത്തിയിരുന്നു. അതിന്റെ പേരിൽ ആദ്യം 5 ലക്ഷം രൂപയും പിന്നീട് 2 ലക്ഷം രൂപയും ഇദ്ദേഹത്തിന്റെ കയ്യിൽ നിന്നും വാങ്ങിയിരുന്നു എന്നാണ് ഭാര്യ ആരോപിച്ചത്. എന്നിട്ടും ജോലി തിരികെ പ്രവേശിക്കാനുള്ള ഒരു അവസരം നൽകിയില്ല. പിന്നീടും ഈ ഒരു സാമ്പത്തിക ക്രമക്കേടുമായുള്ള ബന്ധപ്പെട്ട സസ്പെൻഷൻ തുടരുകയും പിന്നീട് ജോലിയിൽ പ്രവേശിക്കാനുള്ള സാധ്യത എല്ലാം മങ്ങിയതോടു കൂടി ഉണ്ടായ ഈ ഒരു മാനസിക സമ്മർദ്ദമാണ് ഇപ്പോൾ ഈ ഒരു കടുത്ത തീരുമാനത്തിലേക്ക് കടക്കാനുള്ള കാരണമായിട്ടുള്ളതെന്നാണ് ഭാര്യ അടക്കം ആരോപിക്കുന്നത്. നിലവിൽ ഇൻക്വസ്റ്റ് നടപടികളെല്ലാം പൂർത്തീകരിച്ചുകൊണ്ട് മറ്റ് പോസ്റ്റ്മോർട്ടം നടപടികൾക്കായി തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് മൃതദേഹം മാറ്റിയിട്ടുണ്ട്. പോലീസ് കേസ് എടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. സഹകരണ വകുപ്പിന്റെ അടക്കം അന്വേഷണം ഉണ്ടാകും. ഇത്തരത്തിലുള്ള ഒരു തിരുവനന്തപുരത്ത് ഇപ്പോൾ പലതവണയായി ഈ ഒരു സഹകരണ ബാങ്കുമായി ബന്ധപ്പെട്ടുള്ള പല ആത്മഹത്യകൾ, ഇപ്പോൾ തിരുമല അനിൽ അടക്കമുള്ള ആത്മഹത്യകൾ കൂടുകയാണ്. അപ്പോൾ ഇതിൽ വിശദമായ ഒരു അന്വേഷണം പോലീസിന്റെ ഭാഗത്തു നിന്നും മറ്റും ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷ. ഇതിൽ കൂടുതൽ ക്രമക്കേടുകൾ, അതായത് ഇദ്ദേഹത്തിന്റെ ഒരാളിൽ മാത്രം ഒതുങ്ങുന്ന ഒരു ക്രമക്കേടല്ല, മറ്റു പലരും ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. അവരിലേക്കൊന്നും അന്വേഷണം എത്താതെ ഇദ്ദേഹത്തെ ബലിയാടാക്കുകയായിരുന്നു കുടുംബത്തിന്റെ ആരോപണം. നിലവിൽ പോസ്റ്റ്മോർട്ടം നടപടികൾക്കായി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയിട്ടുണ്ട്. പോലീസ് അന്വേഷണം ആരംഭിച്ചു കഴിഞ്ഞു. കൂടുതൽ വിവരങ്ങൾ പോലീസിന്റെ അന്വേഷണം മാത്രമേ വ്യക്തമാവുകയുള്ളൂ. ശരി സാരംഗ്. കരൂർ ദുരന്തത്തിൽ മരിച്ചവരുടെ കുടുംബാംഗങ്ങളെ ടി.വി.കെ അധ്യക്ഷൻ വിജയ് നാളെ നേരിൽ കാണും. ചെന്നൈക്കടുത്തുള്ള മഹാബലിപുരത്തെ റിസോർട്ടിൽ വെച്ചാണ് കൂടിക്കാഴ്ച. ഇന്ന് വൈകിട്ട് കുടുംബാംഗങ്ങൾ സ്ഥലത്തെത്തും. അജയ് സുധാ ബിജുവാണ് വിവരങ്ങളുമായി ചേരുന്നത്. അജയ്, നമുക്കറിയാം ഈ ദുരന്തമുണ്ടായതിന് തൊട്ടു പിന്നാലെ വിജയ് അവിടെ നിന്ന് പോയി എന്നൊക്കെയുള്ള വലിയ രീതിയിലുള്ള ആരോപണങ്ങൾ ഉണ്ടായിരുന്നു. അതിനുശേഷം അടുത്ത ദിവസം മുതൽ വിജയ് അവരെ കാണണമെന്ന ആവശ്യവും ഉന്നയിച്ചിരുന്നു. അതേസമയം അങ്ങോട്ടേക്ക് പോകാൻ കഴിഞ്ഞിരുന്നില്ല. ഇപ്പോൾ അവരുമായുള്ളൊരു കൂടിക്കാഴ്ചയ്ക്ക് സാധ്യത തെളിയുന്നു. എപ്പോഴാണ് നാളെ കൂടിക്കാഴ്ച നടക്കുക? എന്തൊക്കെയാണ് വിവരങ്ങൾ? നാളെ രാവിലെ തന്നെ ഈ കൂടിക്കാഴ്ച ഉണ്ടാകും എന്നാണ് നമുക്ക് വിവരം ലഭിക്കുന്നത്. ഇന്ന് വൈകിട്ട് തന്നെ എല്ലാ ബന്ധുക്കളും കരൂരിൽ മഹാബലിപുരത്ത് എത്തിച്ചേരും എന്ന് അറിയിച്ചിട്ടുണ്ട്. ചെന്നൈക്കടുത്തുള്ള മഹാബലിപുരത്തെ പ്രത്യേക റിസോർട്ടിൽ വെച്ചാണ് ഈ കൂടിക്കാഴ്ച ഒരുക്കിയിട്ടുള്ളത്. ഈ ബന്ധുക്കൾ ഇന്ന് വൈകിട്ട് എത്തിച്ചേർന്നതിന് ശേഷം നാളെ രാവിലെ ആയിരിക്കും വിജയ് ഇവരെ നേരിൽ കാണുക. ഇവർക്ക് വേണ്ടി റിസോർട്ടിൽ പ്രത്യേക മുറികൾ ബുക്ക് ചെയ്തിട്ടുണ്ട്. വിജയ് ഓരോ കുടുംബങ്ങളെയും മുറിയിലെത്തിയായിരിക്കും കാണുക. ഇവരുമായി സംസാരിക്കുകയും ഇവരെ ആശ്വസിപ്പിക്കുകയും ഉൾപ്പെടെ ചെയ്യുമെന്ന് അറിയിച്ചിട്ടുണ്ട്. ഇതിനു മുൻപ് വിജയ് ഇവരെ ചെന്നൈയിലെ അദ്ദേഹത്തിൻ്റെ വീട്ടിലിരുന്നു കൊണ്ട് വീഡിയോ കോൾ വഴി പല കുടുംബങ്ങളോട് സംസാരിച്ചിരുന്നു. ഇപ്പോൾ നേരിട്ട് അവരെ കാണാനുള്ള ഒരു ഒരുക്കത്തിലാണ് ടി.വി.കെ അധ്യക്ഷൻ. ഇതിനു മുൻപേ അവരെന്ത് ചെന്ന് കാണാൻ വേണ്ടിയിട്ടുള്ള ഒരു കാര്യങ്ങളെല്ലാം മുൻപ് പ്ലാൻ ചെയ്തിരുന്നു. എന്നാൽ അത് മുടങ്ങിപ്പോവുകയായിരുന്നു. ഈ ഒക്ടോബർ 8-ാം തീയതി കരൂരിൽ നേരിട്ടെത്തി കുടുംബാംഗങ്ങളുമായി കൂടിക്കാഴ്ച നടത്താനായിരുന്നു ഉദ്ദേശിച്ചിരുന്നത്. ഇതിനുവേണ്ടി തമിഴ്നാട് DGPക്ക് പ്രത്യേക അപേക്ഷ ഉൾപ്പെടെ നൽകിയിരുന്നു. എന്നാൽ DGP വിജയോട് നിർദ്ദേശിച്ചത് ഇത് ജില്ലാ ഭരണകൂടത്തിനോടും അതുപോലെ തന്നെ ജില്ലാ പോലീസ് മേധാവിയോടും കൂടി ആലോചിച്ച ശേഷം തീരുമാനമെടുക്കാനാണ് പറഞ്ഞിരുന്നത്. ടി.വി.കെ അധികൃതർ വിജയ്ക്ക് വേണ്ടി Y+ കാറ്റഗറി സുരക്ഷയാണ് ഇവിടെ നിർദ്ദേശിച്ചിരുന്നത്. പ്രത്യേക പാത ഒരുക്കണമെന്നും മാധ്യമപ്രവർത്തകരെയും അതുപോലെ തന്നെ പൊതുജനങ്ങളെ ഉൾപ്പെടെ അനുവദിക്കരുതെന്നും ഉൾപ്പെടെ പല വിചിത്രമായിട്ടുള്ള നിർദ്ദേശങ്ങളും ടി.വി.കെ സമർപ്പിച്ചിരുന്നു. എന്നാൽ ഇത് പിന്നീട് പോലീസ് പരിഗണിച്ചതാണെങ്കിലും ഇത് നടത്തുന്നത് കാരണമുള്ള ചില റിസ്ക് എലമെന്റ്സ് അത് പരിഗണിച്ചുകൊണ്ടാണ് ഇത് വേണ്ട എന്ന് ടി.വി.കെ വയ്ക്കുകയുണ്ടായിരുന്നത്. ഇത് പിന്നീട് മറ്റൊരു വിവാദത്തിലേക്ക് ഉൾപ്പെടെ പോകാതിരിക്കാനുള്ളൊരു നടപടിയായിരുന്നു ടി.വി.കെയുടെ ഭാഗത്തു നിന്നുണ്ടായത്. ഇന്ന് ഈ കുടുംബാംഗങ്ങളുമായിട്ടുള്ള കൂടിക്കാഴ്ചയിൽ 20 കുടുംബങ്ങളാണ് നിലവിൽ പങ്കെടുക്കും എന്ന് അറിയിച്ചിട്ടുള്ളത്. 21 കുടുംബങ്ങൾ വരാൻ വേണ്ടി സന്നദ്ധത അറിയിച്ചിട്ടില്ല. അവർ ഇതിൽ എതിർപ്പാണ് പ്രകടിപ്പിച്ചത്. ഈ ചെന്നൈയിലെത്തി വിജയെ കാണുന്നതിൽ അവർ എതിർപ്പ് പ്രകടിപ്പിച്ചിട്ടുണ്ടെന്നാണ് വിവരം. തങ്ങൾ എന്തിനാണ് ചെന്നൈയിലെത്തുന്നത്, തങ്ങളെയല്ലേ വന്ന് കാണേണ്ടത് എന്നുള്ള രീതിയിലുള്ള ഒരു പ്രതികരണം ഇവർ നടത്തിയിട്ടുണ്ട്. എന്നാൽ ടി.വി.കെയുടെ പ്രാദേശിക നേതാക്കൾ ഇവരെ അനുനയിപ്പിക്കാനുള്ള ശ്രമങ്ങളും നടത്തുന്നുണ്ട്. നാളെ വിജയ് ഇവരെ മുറിയിലെത്തി കണ്ടതിന് ശേഷം ഒരു പൊതു ചടങ്ങും അവിടെ വെച്ചുണ്ടാകും. അവിടെയുള്ള പ്രത്യേക ഹാളിൽ വെച്ചായിരിക്കും ഈ പൊതു ചടങ്ങ് നടക്കുക. അതിനുശേഷം വിജയ്ക്കൊപ്പം ഇവർ ഉച്ചഭക്ഷണം കഴിക്കും. അതിനുശേഷം ഇവർ ഉച്ചയ്ക്ക് ശേഷം മടങ്ങിപ്പോകുന്ന ഒരു രീതിയിലാണ് നാളത്തെ കാര്യങ്ങളെല്ലാം ക്രമീകരിച്ചിട്ടുള്ളത്. എന്തായാലും കരൂർ ദുരന്തം നടന്ന് 1 മാസത്തിന് ശേഷമാണ് വിജയ് ഈ കുടുംബാംഗങ്ങളെ നേരിട്ട് കാണാനുള്ള ഒരു നീക്കത്തിലേക്ക് കടക്കുന്നത്. ശരി, അജയ് സുധാ ബിജുവാണ് വിവരങ്ങൾ നൽകിയത്. തെരഞ്ഞെടുപ്പ് ചൂടിൽ ബീഹാർ.
ബീഹാറിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണം ചൂടുപിടിക്കുമ്പോൾ RJDയും BJPയും തമ്മിലാണ് നേർക്കുനേർ വാക്പോര്. ജംഗൽ രാജ് ഓർമ്മിപ്പിച്ചും വികസനം ഊന്നിപ്പറഞ്ഞുമാണ് മഹാസഖ്യത്തിന് നേരെ അമിത്ഷായുടെ കടന്നാക്രമണം. കേന്ദ്ര സർക്കാർ ബീഹാറിനെ നിരന്തരം അവഗണിക്കുകയാണെന്ന് തേജസ്വിയും തിരിച്ചടിക്കുന്നു. അന്യസംസ്ഥാനങ്ങളിലേക്കുള്ള ബീഹാറികളുടെ കുടിയേറ്റം മുതൽ വഖഫ് വരെ പ്രചാരണ വിഷയങ്ങൾ മാറിമറിയുകയാണ് ഓരോ ദിവസവും. ഇത്തവണ ബീഹാറിൽ ഛഠ് പൂജയും തെരഞ്ഞെടുപ്പ് ഉത്സവവും ഒരുമിച്ചാണ്. രാജ്യത്തിനകത്തും പുറത്തും ജോലി ചെയ്യുന്ന ബീഹാറുകാരിൽ ഭൂരിഭാഗവും ഛഠ് പൂജ ഉത്സവത്തിന് വീടുകളിലേക്ക് മടങ്ങിയെത്തുകയാണ്. വിദ്യാഭ്യാസം, ജോലി, ചികിത്സ, വിവിധ ആവശ്യങ്ങൾക്ക് മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് പലായനം ചെയ്തവർ മടങ്ങിയെത്തുന്നത് തെരഞ്ഞെടുപ്പിലും ചർച്ചാ വിഷയമാണ്. ഒരു വീട്ടിൽ ഒരാൾക്ക് സർക്കാർ ജോലി നൽകാൻ നിയമം കൊണ്ടുവരുമെന്നാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ RJDയുടെ ഉറപ്പ്. ഭരണത്തിലെത്തിയാൽ 20 മാസം കൊണ്ട് തൊഴിലില്ലായ്മ പരിഹരിക്കുമെന്നാണ് तेजस्वी वाग्दानम। हम केवल बिहार की जनता से 20 महीने का समय चाहते हैं और मुझे पूरा भरोसा है बिहार की जनता पर, अपने मालिकों पर, कि इस बार बदलाव भी होगा और नई सरकार भी बनेगी महागठबंधन की और मिलकर के नया बिहार हम लोग बनाने का काम करेंगे, बिहार को नंबर 1 बनाने का काम करेंगे। ഛഠ് പൂജ ദിനത്തിൽ ബീഹാർ ജംഗിൾ രാജിലേക്ക് തിരിച്ചു പോകല്ലേ എന്നാണ് തന്റെ പ്രാർത്ഥനയെന്നാണ് അമിത്ഷായുടെ വാക്കുകൾ. RJD ഭരണകാലത്തെ ജംഗിൾ രാജ് പ്രചരണ വേദികളിൽ ആവർത്തിച്ച് ഓർമ്മിപ്പിക്കുകയാണ് BJP. आज छठ का महापर्व शुरू हो गया है। आज दुनिया भर में, बिहार में, पूरे पूर्वांचल में नहाय खाए की विधि के बाद हमारी माताओं ने छठ का पर्व का पूजा शुरू किया है। मैं मनपूर्वक सभी बिहार वासियों को छठ पर्व की बहुत बहुत शुभकामनाएं देना चाहता हूं कि हमारा बिहार हमेशा जंगल राज से मुक्त रहे, कानून व्यवस्था मजबूत रहे, हमारी बहन बेटियां सुरक्षित रहे और बिहार आगे चलकर विकसित प्रदेश बने। यही छठ मैया से मैं प्रार्थना करना चाहता हूं। വാഗ്ദാനങ്ങളുടെ പെരുമഴയുമായി മഹാസഖ്യത്തിന്റെയും NDAയുടെയും പ്രകടന പത്രിക അടുത്ത ദിവസങ്ങളിൽ പുറത്തിറക്കും. വികസനം ഊന്നിയുള്ള വാഗ്ദാനങ്ങളാകും NDA ക്യാമ്പിന്റേത്. പരമ്പരാഗത തൊഴിൽ മേഖലയിലുള്ളവർക്ക് 5 ലക്ഷം രൂപ വരെ പലിശരഹിത വായ്പ, ത്രിതല പഞ്ചായത്ത് പ്രതിനിധികൾക്ക് പെൻഷനും 50 ലക്ഷത്തിന്റെ ഇൻഷുറൻസ് പരിരക്ഷയും. ഇതൊക്കെയാണ് മഹാസഖ്യത്തിന്റെ വാഗ്ദാനം. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. ഇന്ത്യക്കാർ സ്വദേശി ഉൽപ്പന്നങ്ങൾ വാങ്ങുന്നത് വർദ്ധിപ്പിച്ചെന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇത് GST പരിഷ്കരണത്തിന്റെ പ്രതിഫലനമാകുമെന്നാണ് പ്രതികരണം. മൻ കി ബാത്തിലാണ് ഇക്കാര്യം പറഞ്ഞത്. രാജ്യത്തെ മാവോയിസ്റ്റ് പ്രവർത്തനങ്ങൾ തടയാൻ അർദ്ധസേനാ വിഭാഗങ്ങൾ കഠിനമായി പരിശ്രമിക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു. നവംബർ 7-ന് രാജ്യം വന്ദേമാതരത്തിന്റെ 150-ാം വർഷം ആഘോഷിക്കണമെന്ന് പ്രധാനമന്ത്രി ആഹ്വാനം ചെയ്തു. സർദാർ വല്ലഭായ് പട്ടേലിന്റെ ജന്മവാർഷികത്തിന്റെ ഭാഗമായി ഒക്ടോബർ 31-ന് ഗുജറാത്തിലെ സ്റ്റാച്യു ഓഫ് യൂണിറ്റിൽ പ്രത്യേക പരിപാടികൾ സംഘടിപ്പിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഏഷ്യ സന്ദർശന വേളയിലും ഇന്ത്യ വിരുദ്ധ വാദങ്ങൾ ആവർത്തിച്ചു. ദോഹയിൽ വെച്ച് പാകിസ്ഥാനുമായുള്ള യുദ്ധം അവസാനിപ്പിച്ചത് താനാണെന്ന അവകാശവാദവുമായി രംഗത്തെത്തി. തുടർന്ന് ഇന്ത്യ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നത് പൂർണ്ണമായി അവസാനിപ്പിച്ചുവെന്നും അദ്ദേഹം പറഞ്ഞു. ഇന്ത്യ ആവർത്തിച്ച് നിഷേധിക്കുമ്പോഴാണ് ട്രംപ് തന്റെ വാദങ്ങൾ തുടരുന്നത്. മലേഷ്യയിലേക്കുള്ള യാത്രയ്ക്കിടെ വിമാനത്തിൽ ഇന്ധനം നിറയ്ക്കുന്നതിനാണ് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ദോഹയിൽ എത്തിയത്. ഇതിനിടെ മാധ്യമങ്ങളോട് പ്രതികരിച്ചപ്പോഴാണ് ട്രംപ് തന്റെ പഴയ വാദങ്ങൾ ആവർത്തിച്ചത്. റഷ്യ യുക്രൈൻ യുദ്ധത്തെപ്പറ്റിയായിരുന്നു മാധ്യമങ്ങളുടെ ആദ്യത്തെ ചോദ്യം. ഇതിന് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായി അനാവശ്യമായി സംസാരിച്ച് സമയം കളയാനില്ലെന്ന് ട്രംപ് പറഞ്ഞു. ഇന്ത്യയ്ക്കും പാകിസ്ഥാനുമിടയിലെ പ്രശ്നം ഏറ്റവും സങ്കീർണമായിരുന്നു. എന്നിട്ടും താനത് അവസാനിപ്പിച്ചു. റഷ്യയുടെ കാര്യത്തിൽ മാത്രമാണ് പ്രതിസന്ധി നിലനിൽക്കുന്നതെന്നുമാണ് ട്രംപിന്റെ വാദം. If you look at India and Pakistan, I could say almost any one of the deals that I've already done, I thought would have been more difficult than Russia and Ukraine, but it didn't work out that way. There's a lot of hatred between the two. ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധത്തിൽ ലോകരാജ്യങ്ങൾ ഇടപെട്ടിട്ടില്ലെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉൾപ്പെടെ എല്ലാ നേതാക്കളും വ്യക്തമാക്കിയിട്ടും
ട്രംപ് തന്റെ വാദത്തിൽ ഉറച്ചു നിൽക്കുകയാണ് എന്നതാണ് ശ്രദ്ധേയം. ഇതിനൊപ്പം ഇന്ത്യ റഷ്യയിൽ നിന്ന് ക്രൂഡ് ഓയിൽ വാങ്ങുന്നത് പൂർണ്ണമായി അവസാനിപ്പിച്ചുവെന്ന് ട്രംപ് പറഞ്ഞു. മുൻപ് നരേന്ദ്രമോദി റഷ്യൻ എണ്ണ വാങ്ങില്ലെന്ന് തനിക്ക് ടെലിഫോൺ വഴി ഉറപ്പു നൽകിയെന്നും പടിപടിയായി ഇന്ത്യ അത് നിർത്തുമെന്നും ട്രംപ് പറഞ്ഞിരുന്നു. അന്ന് ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം ഇത് തള്ളിക്കളഞ്ഞതാണ്. ഇതിനിടെയാണ് ട്രംപ് പഴയ വാദം ആവർത്തിച്ചത്. ഒപ്പം ചൈന റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നത് നിർത്തുമെന്നും ട്രംപ് പറഞ്ഞു. China is cutting back very substantially on the purchase of Russia oil, and India is cutting back completely, and we've done sanctions. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് പകരം വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറാണ് മലേഷ്യയിലെ ആസിയാൻ ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നത്. ആസിയാൻ വേദിയിലും ട്രംപ് തന്റെ വാദങ്ങൾ ആവർത്തിച്ചേക്കുമെന്ന വിലയിരുത്തലിലാണ് മോദി കൂടിക്കാഴ്ച ഒഴിവാക്കിയതെന്നാണ് സൂചന. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. ഡൊണാൾഡ് ട്രംപിന്റെ ഏഷ്യ സന്ദർശനം തുടരുകയാണ്. മലേഷ്യയിലെ ക്വാലാലംപൂരിലെത്തിയ ട്രംപിന് വൻ സ്വീകരണമാണ് ലഭിച്ചത്. തായ്ലൻഡും കംബോഡിയയും തമ്മിലുള്ള വെടിനിർത്തൽ കരാറിൽ ഒപ്പുവെച്ചതിൽ അദ്ദേഹം മധ്യസ്ഥത വഹിച്ചു. മലേഷ്യൻ പ്രധാനമന്ത്രി അൻവർ ഇബ്രാഹിമുമായി പ്രത്യേക ദ്വിരാഷ്ട്ര ചർച്ചയും ട്രംപ് നടത്തി. വിവിധ വ്യാപാര കരാറുകളിലും ഒപ്പിട്ടതായാണ് വിവരം. ആസിയാൻ ഉച്ചകോടി വേദിയിലും ട്രംപ് എത്തി. അജയ് സുധാ ബിജു വിവരങ്ങളുമായി ചേരുന്നു. അജയ്, പലപ്പോഴും ഇന്ത്യ തള്ളിക്കളഞ്ഞ കാര്യങ്ങൾ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു ട്രംപ്. ഇപ്പോൾ ട്രംപിന്റെ ഏഷ്യ സന്ദർശനം എങ്ങനെ തുടരുന്നു? അശ്വതി, ട്രംപിന്റെ ഏഷ്യ സന്ദർശനത്തിൽ ഇന്ന് രാവിലെ രണ്ട് നിർണായകമായിട്ടുള്ള ചർച്ചകളാണ് ട്രംപ് നടത്തിയത്. ആദ്യഘട്ടത്തിൽ അദ്ദേഹം മലേഷ്യയുമായിട്ട് പ്രത്യേക ട്രേഡ് ഡീലിൽ ഒപ്പുവെക്കുകയുമായിരുന്നു. മലേഷ്യയുമായിട്ട് ഈ പ്രത്യേക എലമെന്റ്സിന്റെ ട്രേഡ് ഡീലാണ് ഒപ്പുവെക്കുകയുമായി ഉണ്ടായിരുന്നത്. അതുപോലെ തന്നെ അതിനുശേഷം രണ്ടാമതായിട്ട് അദ്ദേഹം പങ്കെടുത്ത പ്രധാനപ്പെട്ട ഒരു യോഗമായിരുന്നു തായ്ലൻഡും കംബോഡിയയുമായിട്ടുള്ള വെടിനിർത്തൽ കരാറിൽ ഒപ്പുവെക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു യോഗം. ഇതിൽ ട്രംപ് മധ്യസ്ഥത വഹിക്കുകയായിരുന്നു ഉണ്ടായിരുന്നത്. ഈ തായ്ലൻഡ് കംബോഡിയയും ഈ വെടിനിർത്തൽ കരാറിൽ ഒപ്പുവെക്കുകയും അതുപോലെ തന്നെ തായ്ലൻഡ് തങ്ങൾ പിടിച്ചെടുത്തിട്ടുള്ള കംബോഡിയയുടെ 18 സൈനികരെ വിട്ടു നൽകും എന്ന് ഉറപ്പ് നൽകുകയും ചെയ്തിട്ടുണ്ട് ട്രംപിന് മുമ്പ് വെച്ച്. ഇവിടെ വെച്ചിട്ട് കംബോഡിയൻ പ്രധാനമന്ത്രിയായിട്ടുള്ള ഹൻ മനീത്ത് അദ്ദേഹം വളരെയധികം ഒരു ട്രംപിനെ പ്രശംസിച്ചുകൊണ്ട് രംഗത്തെത്തുകയും ചെയ്തിരുന്നു. ഇതിനു മുൻപേ നമ്മൾ പരിശോധിച്ചാൽ അറിയാം, ഈ കംബോഡിയയുടെ പ്രധാനമന്ത്രിയാണ് ട്രംപിനെ നൊബേൽ പുരസ്കാരത്തിനായിട്ട് നാമനിർദ്ദേശം ചെയ്തിട്ടുള്ള രാജ്യങ്ങളിലുള്ള ഒരാൾ. അപ്പോൾ ഇദ്ദേഹം ഈ ഒരു വേദിയിൽ വെച്ചിട്ടും ട്രംപിനെ അനുകൂലിച്ചുകൊണ്ട് ട്രംപിനെ പ്രശംസിച്ചുകൊണ്ട് പറഞ്ഞു ട്രംപ് സമാധാനത്തിന് വേണ്ടി നിരവധി ശ്രമങ്ങൾ നടത്തുന്നുവെന്നും അദ്ദേഹത്തെ എത്ര പ്രശംസിച്ചാലും മതിയാകില്ല എന്നും അദ്ദേഹം പറയുകയുണ്ടായി. എന്നാൽ തായ്ലൻഡിന്റെ ഭാഗത്തു നിന്ന് വന്നിട്ടുള്ള പ്രതികരണം കുറച്ച് വ്യത്യസ്തമായിരുന്നു. ട്രംപ് ഈ വേദിയിൽ ഉൾപ്പെടെ പറഞ്ഞത് ഈ രണ്ട് രാജ്യങ്ങൾക്കിടയിലും മൊത്തം ഒരു പീസ് ഡീൽ കൊണ്ടുവരാൻ സാധിച്ചു എന്നുള്ള രീതിയിലുള്ള വാദമാണ് ട്രംപ് ഉന്നയിച്ചത്. എന്നാൽ തായ്ലൻഡിന്റെ വിദേശകാര്യമന്ത്രി അദ്ദേഹം അതിനുശേഷം മാധ്യമങ്ങളോട് പ്രതികരിച്ചപ്പോൾ പറഞ്ഞത് ഇതിപ്പോ ഒരു പീസ് ഡീലല്ല, സമാധാനത്തിലേക്കുള്ള വഴിയുടെ ഒരു ഘട്ടം മാത്രമാണ് ഇപ്പോൾ കടന്നതെന്നാണ് തായ്ലൻഡിന്റെ ഇപ്പോൾ വിദേശകാര്യ മന്ത്രി വ്യക്തമാക്കിയിട്ടുള്ളത്. ഇപ്പോൾ ഇന്ത്യയുടെ കാര്യത്തിൽ എന്നതുപോലെ തന്നെ മറ്റ് വിദേശ രാജ്യങ്ങളുടെ കാര്യത്തിലും ഇദ്ദേഹം പറയുന്ന പല വാദങ്ങളും അവർ തള്ളിക്കളഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഒരു ഉദാഹരണമാണ് ഇപ്പോൾ തായ്ലൻഡിന്റെയും കംബോഡിയയുടെയും കാര്യത്തിൽ കാണാൻ സാധിച്ചത്. മാത്രമല്ല പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ വിഷയത്തിലും ട്രംപ് തന്റെ വാദവുമായി രംഗത്തെത്തിയിരുന്നു. ഈ ഒരു പീസ് ഡീലിൽ ഈ ഒരു വെടിനിർത്തൽ കരാറിൽ ഒപ്പുവെക്കുന്ന സമയത്ത് പ്രസംഗിച്ചതിൽ അദ്ദേഹം പറഞ്ഞത് ഈ പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും തമ്മിലുള്ള ഈ യുദ്ധം അത് അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ട് താൻ ഉടൻ തന്നെ ഇടപെടും, ഇവർക്കിടയിൽ സംസാരിക്കുമെന്നുൾപ്പെടെയാണ് ട്രംപ് പറഞ്ഞത്. എന്നാൽ അവർ തമ്മിലുള്ള രണ്ടാം ഘട്ട ചർച്ചകൾ ഉൾപ്പെടെ ഇപ്പോൾ നിലവിൽ കഴിഞ്ഞ അവസ്ഥയിലാണ്. അവർ തമ്മിൽ വെടിനിർത്തൽ ഉൾപ്പെടെ നിലവിൽ വന്നു. രണ്ടാം ഘട്ട ചർച്ചകളും പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് ഈ ഒരു വിഷയത്തിൽ ട്രംപ് ഇടപെടുന്നു എന്നുള്ള രീതിയിൽ അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നൊരു പ്രസ്താവന വന്നത്. അതുപോലെ തന്നെ ഇപ്പോൾ നിലവിൽ ആസിയാൻ വേദിയിലും അദ്ദേഹം എത്തിയിട്ടുണ്ട്. ആസിയാൻ രാജ്യങ്ങളുമായിട്ട് അമേരിക്കയ്ക്ക് സുപ്രധാന ബന്ധമാണുള്ളത്. എല്ലാ രാജ്യങ്ങളുമായിട്ടും അമേരിക്കയ്ക്ക് വളരെ മികച്ച ട്രേഡ് ഡീൽ ഉൾപ്പെടെ നടക്കുന്നു എന്നുള്ള രീതിയിലും ട്രംപ് അവിടെ പ്രസംഗിക്കുകയുണ്ടായിരുന്നു. ഇന്ന് വൈകിട്ടോടെ എസ് ജയശങ്കർ, ഇന്ത്യയുടെ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ഈ ആസിയാൻ
ആസിയാൻ വേദിയിൽ എത്തും എന്നാണ് വിവരം ലഭിച്ചിട്ടുള്ളത്. നരേന്ദ്രമോദിക്ക് പകരം അദ്ദേഹമായിരിക്കും ഈ ആസിയാൻ ഉച്ചകോടിയിൽ പങ്കെടുക്കുക. അദ്ദേഹം ഓൺലൈനായിട്ട് പങ്കെടുക്കും എന്ന് അറിയിച്ചിട്ടുണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഈ എസ് ജയശങ്കറും ട്രംപും തമ്മിൽ കൂടിക്കാഴ്ച നടക്കുമോ എന്നുള്ള കാര്യത്തിൽ നിലവിൽ നമുക്ക് വ്യക്തത ലഭിച്ചിട്ടില്ല. എന്നാൽ അമേരിക്കൻ പ്രതിനിധികളുമായിട്ട് അദ്ദേഹം കൂടിക്കാഴ്ച നടത്തും എന്നാണ് നമുക്ക് ചില സ്ഥിരീകരിക്കാത്ത വിവരം ലഭിക്കുന്നത്. ഇതിന് ശേഷം നാളെയോടെ അദ്ദേഹം ജപ്പാനിലേക്ക് യാത്ര തിരിക്കും. ജപ്പാനിൽ യാത്ര തിരിച്ച് അവിടെ ജപ്പാനിലെത്തി അവിടെയുള്ള നിയുക്ത പ്രധാനമന്ത്രി ഉൾപ്പെടെ ട്രംപ് കാണും എന്ന് അറിയിച്ചിട്ടുണ്ട്. അതിനുശേഷം അടുത്തതായിട്ട് അദ്ദേഹം യാത്ര തിരിക്കുന്നത് ദക്ഷിണ കൊറിയയിലേക്കാണ്. അവിടെയുള്ള പ്രത്യേക വ്യാപാര സമ്മേളനത്തിൽ ഉൾപ്പെടെ ട്രംപ് പങ്കെടുക്കും. അവിടെ വെച്ചായിരിക്കും ചൈനീസ് പ്രസിഡന്റ് ഷീ ജിങ് പിങ്ങുമായിട്ട് കൂടിക്കാഴ്ച നടക്കുക. ലോകം മുഴുവൻ ഉറ്റുനോക്കുന്ന മറ്റൊരു നിർണായകമായിട്ടുള്ള കൂടിക്കാഴ്ചയാണ് ഷീ ജിങ് പിങ്ങുമായിട്ട് ദക്ഷിണ കൊറിയയിൽ നടക്കാനായിട്ട് ഉദ്ദേശിച്ചിട്ടുള്ളത്. അമേരിക്ക ചൈന വ്യാപാര കരാർ അത് വളരെ സങ്കീർണതയിലൂടെയാണ് കടന്നു പോകുന്നത്. അമേരിക്ക ചൈനയ്ക്ക് മേൽ 155% തീരുവ ചുമത്തുമെന്ന് പറഞ്ഞത് ഈ നവംബർ 1-ാം തീയതി മുതലാണ്. എന്നാൽ അവർക്കിടയിലുള്ള ഒരു ഒരു ട്രേഡ് ഡീൽ അത് അവസാന ഘട്ടത്തിൽ എത്തി എന്നാണ് അമേരിക്കൻ പ്രതിനിധി ഇപ്പോൾ കുറച്ച് മുൻപേ ആസിയാൻ വേദിയിൽ പങ്കെടുത്തതിന് ശേഷം അദ്ദേഹം മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. ഇപ്പോൾ ചൈനയുമായിട്ടുള്ള ഒരു വ്യാപാര കരാർ അത് അതിൻ്റെ അവസാന ഘട്ടത്തിലാണ്. നേതാക്കൾക്ക് കൂടിക്കാഴ്ച നടത്തി സംസാരിക്കാൻ ഒരു ഫൈനൽ സെറ്റിൽമെൻറ്റിലേക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ വഴികളും തങ്ങൾ വെട്ടിക്കഴിഞ്ഞു എന്നുള്ള രീതിയിലാണ് അദ്ദേഹം പറഞ്ഞത്. ട്രംപും ഒരു ശുഭാപ്തി വിശ്വാസമാണ് തീർച്ചയായിട്ടും ഇക്കാര്യത്തിൽ പ്രകടിപ്പിച്ചിട്ടുള്ളത്. ഇതിനിടയിൽ അദ്ദേഹം ഇന്ത്യക്ക് എതിരെയുള്ള ചില മുൻപ് പലതവണ ഇന്ത്യൻ അധികൃതരും മന്ത്രിമാരും ഉൾപ്പെടെ തള്ളിക്കളഞ്ഞിട്ടുള്ള പാകിസ്ഥാൻ വിഷയവും അതുപോലെ തന്നെ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്ന വിഷയവും ഉൾപ്പെടെ എടുത്തിട്ടിട്ടുണ്ട്. ഇന്ന് എസ് ജയശങ്കർ ആസിയാൻ വേദിയിൽ പ്രസംഗിക്കുമ്പോൾ ഇതിൽ പലതിനും മറുപടി പറയും എന്നാണ് നമുക്ക് പ്രതീക്ഷിക്കാനാവുന്നത്. അശ്വതി, അതാണ് ആ മറുപടിയും നമ്മൾ ഉറ്റുനോക്കുകയാണ്. അജയ് സുധാ ബിജുവാണ് വിവരങ്ങൾ നൽകിയത്. കനേഡിയൻ ഉൽപ്പന്നങ്ങൾക്ക് 10% തീരുവ വർദ്ധിപ്പിച്ച് അമേരിക്ക. മുൻ US പ്രസിഡന്റ് റൊണാൾഡ് റീഗനെ ഉൾപ്പെടുത്തി സംപ്രേഷണം ചെയ്ത താരിഫ് വിരുദ്ധ പരസ്യത്തിന് പിന്നാലെയാണ് നീക്കം. വിദേശ വ്യാപാരവുമായി ബന്ധപ്പെട്ട് 1987 റീഗൻ നടത്തിയ പ്രസംഗത്തിലെ വാക്കുകളെ തെറ്റായി എഡിറ്റ് ചെയ്ത് ചിത്രീകരിച്ചു എന്നാണ് ആരോപണം. കാനഡ വസ്തുതകളെ മോശമായി കാണിക്കുകയും ശത്രുതാപരമായ സമീപനം സ്വീകരിക്കുകയും ചെയ്തുവെന്ന് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് എക്സിൽ കുറിച്ചു. വഞ്ചനാപരമായ നടപടിയെന്നാണ് പരസ്യത്തെ ട്രംപ് വിശേഷിപ്പിച്ചത്. പരസ്യം പിൻവലിക്കണമെന്ന് US മുന്നറിയിപ്പ് നൽകിയിരുന്നുവെന്നും കാനഡ ചെവിക്കൊള്ളാതായതോടെയാണ് താരിഫ് നടപടി. എല്ലാ കനേഡിയൻ ഉൽപ്പന്നങ്ങൾക്കും US ഇതിനകം 35% തീരുവ ചുമത്തിയിട്ടുണ്ട്. ഇതിനു പുറമെയാണ് 10% പിഴത്തീരുവ. പാർട്ടി നൽകിയ ഉത്തരവാദിത്തം നിറവേറ്റുമെന്നും പുതിയ പദവി പാർട്ടി തന്ന അംഗീകാരമായാണ് കാണുന്നതെന്നും ചാണ്ടി ഉമ്മൻ. കോൺഗ്രസിന് വേണ്ടി പ്രവർത്തിക്കുന്നതിൽ പരം അംഗീകാരം കിട്ടാനില്ല. പാർട്ടിക്കപ്പുറം ഒരു ഗ്രൂപ്പും ഇല്ലെന്നും താൻ കോൺഗ്രസ് ഗ്രൂപ്പാണെന്നും ചാണ്ടി ഉമ്മൻ പറഞ്ഞു. ഇതിനു മുമ്പ് പറഞ്ഞ അതേ കാര്യമാണ് ഞാൻ അന്നും പറഞ്ഞിട്ടുള്ളത്. ഇപ്പോഴും ആ സ്റ്റാൻഡാണ് എനിക്കുള്ളത്. ഒരിടത്തും തിരുത്തിയിട്ടില്ല. ഞാൻ പറഞ്ഞെന്താ, നമ്മൾക്കെല്ലാം പാർട്ടിയാണ് വലുത്. പാർട്ടി കഴിഞ്ഞേ എന്തും ഉള്ളൂ. ആ ഒരു നിലപാട് എനിക്കൊന്നും ഉണ്ട്. ഇന്നും അത് തന്നെ. എന്ത് ചെയ്താലും നിങ്ങൾ എന്നെ ടാർഗറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയല്ലേ. ഇപ്പം ഞാനൊരു ഗ്രൂപ്പ് ഉണ്ടാക്കുന്നല്ലേ നിങ്ങൾ പറഞ്ഞു വെച്ചതിൻ്റെ അർത്ഥം. ഞാൻ പറയാ പാർട്ടിയാണ് വലുത്. പാർട്ടിക്കപ്പുറം ഒരു ഗ്രൂപ്പും ഇല്ല, ഒരു ഗ്രൂപ്പും ഉണ്ടാവത്തുമില്ല. എന്നെ സംബന്ധിച്ച് ഞാൻ പറഞ്ഞു, കോൺഗ്രസ് ഗ്രൂപ്പാണ് ഞാൻ, രാഹുൽ ഗാന്ധി ഗ്രൂപ്പാണ് ഞാൻ. തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെ വിന്റർ ഷെഡ്യൂളുകൾ പ്രഖ്യാപിച്ചു. സർവീസുകൾ 22% വർദ്ധിപ്പിക്കാനാണ് തീരുമാനം. ഇന്നു മുതൽ 2026 മാർച്ച് 28 വരെയുള്ള കാലയളവിലാണ് സർവീസുകൾ കൂട്ടുന്നത്. പ്രതിവാര എയർ ട്രാഫിക് മൂവ്മെന്റുകൾ 732 ഉയരും. നിലവിലെ സമ്മർ ഷെഡ്യൂളിൽ ഇത് 600 ആയിരുന്നു. നവി മുംബൈ, മംഗളൂരു, ട്രിച്ചി എന്നിവിടങ്ങളിലേക്ക് കൂടി ഉടൻ പുതിയ സർവീസുകൾ തുടങ്ങുമെന്നാണ് അറിയിപ്പ്. കണ്ണൂർ, കൊച്ചി, ബംഗളൂരു, ഡൽഹി, മുംബൈ എന്നിവിടങ്ങളിലേക്ക് സർവീസുകളുടെ എണ്ണം കൂടും. വിദേശ നഗരങ്ങളായ ദമാം, റിയാദ്, കുവൈറ്റ്, ക്വാലാലംപൂർ, മാലി എന്നിവിടങ്ങളിലേക്കും സർവീസ് വർദ്ധിപ്പിക്കാനാണ് തീരുമാനം. ഫ്രഷ് കട്ട് സമരവുമായി ബന്ധപ്പെട്ടുണ്ടായ സംഘർഷത്തിൽ 3 പേർ കൂടി പിടിയിൽ. താമരശ്ശേരി കുടുക്കിൽ ഉമ്മരം സ്വദേശി ഷബാദ്, കൂടത്തായി സ്വദേശി മുഹമ്മദ് ബഷീർ, കരിമ്പാലൻകുന്ന് സ്വദേശി ജിതിൻ വിനോദ് എന്നിവരെയാണ് പോലീസ് കസ്റ്റഡിയിലെടുത്തത്. ഇതോടെ പോലീസ് പിടിയിലായവരുടെ എണ്ണം 9 ആയി. മുഹമ്മദ് ബഷീർ, ഷബാദ് എന്നിവരെ നോട്ടീസ് നൽകി വിട്ടയച്ചു.
കൊല്ലം ആലിമുക്കിൽ വീട്ടുമുറ്റത്ത് പാർക്ക് ചെയ്തിരുന്ന കാർ കത്തിനശിച്ചു. പ്രദേശവാസിയായ ജിജി ലൂക്കോസിന്റെ വീട്ടിലെ കാറാണ് രാത്രി 12 മണിയോടെ അഗ്നിക്കിരയാക്കിയത്. വൈകിട്ട് 8 മണിയോടുകൂടി കുടുംബവുമായി പള്ളിയിൽ പോയി മടങ്ങി വന്ന ശേഷം വാഹനം പാർക്ക് ചെയ്തിരിക്കുകയായിരുന്നു. എന്താണ് അപകട കാരണമെന്ന് വ്യക്തമല്ല. വിവരം അറിഞ്ഞെത്തിയ പോലീസും അഗ്നിരക്ഷാസേനയും സംയുക്തമായാണ് തീയണച്ചത്. കോഴിക്കോട് ബീച്ച് ആശുപത്രിയിൽ പ്രവർത്തിക്കുന്ന ജില്ലാ വെക്ടർ കൺട്രോൾ യൂണിറ്റിന് നേരെ ആക്രമണം. ഓഫീസിന്റെ പ്രധാന വാതിലുകൾ തകർന്നു. കെട്ടിടത്തിനുള്ളിലും നാശനഷ്ടം സംഭവിച്ചിട്ടുണ്ട്. ആക്രമണം നടക്കുന്ന സമയത്ത് ജീവനക്കാർ പുറത്തായിരുന്നതിനാൽ ആർക്കും പരിക്കേറ്റിട്ടില്ല. പ്രാണികൾ പരത്തുന്ന രോഗങ്ങൾ നിയന്ത്രിക്കുന്നതിനാവശ്യമായ പ്രവർത്തനങ്ങൾ നടത്തുന്ന ആരോഗ്യ വിഭാഗമാണ് വെക്ടർ കൺട്രോൾ യൂണിറ്റ്. അക്രമത്തിന്റെ കാരണം വ്യക്തമായിട്ടില്ല. കോഴിക്കോട് വീടിനകത്തെ LPG ഗ്യാസിന് തീപിടിച്ച അപകടം. കപ്പാല സ്വദേശി തോണ്ടിക്കര പറമ്പ് പ്രകാശൻ BKയുടെ വീട്ടിലായിരുന്നു അപകടം. റെഗുലേറ്റർ മാറ്റി സ്ഥാപിച്ച് ഗ്യാസ് ഉപയോഗിക്കാൻ തുടങ്ങുന്നതിനിടയിലാണ് തീപിടിച്ചത്. ഇന്നലെ രാത്രി 8:30യോടെയായിരുന്നു സംഭവം. ഉടൻ മുക്കം അഗ്നിരക്ഷാസേന വിവരം അറിയിച്ചതിനെ തുടർന്ന് 2 വാഹനങ്ങളിലായി വെള്ളം തളിച്ചാണ് തീകെടുത്തിയത്. അസിസ്റ്റന്റ് സ്റ്റേഷൻ ഓഫീസ് ഫയസ് അഗസ്റ്റിന്റെ നേതൃത്വത്തിലായിരുന്നു പ്രവർത്തനം. അപകടത്തിൽ അടുക്കളയിലുണ്ടായിരുന്ന ഇലക്ട്രിക് ഉപകരണങ്ങളും വയറിംഗ് സാമഗ്രികളും മറ്റു വസ്തുക്കളും കത്തിനശിച്ചു. CMI സഭയുടെ കൊച്ചി പ്രോവിൻസിന്റെ കീഴിലുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ അധ്യാപകരുടെയും അനധ്യാപകരുടെയും വിദ്യാഭ്യാസ കൺവെൻഷൻ കാക്കനാട് രാജഗിരി എഞ്ചിനീയറിംഗ് കോളേജിൽ നടന്നു. ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാംപ്ലാനി ഉദ്ഘാടനം ചെയ്തു. പ്രൊവിൻഷ്യൽ ഫാദർ ബെന്നി നൽക്കര അധ്യക്ഷത വഹിച്ചു. പ്രൊഫസർ CM ഫ്രാൻസിസ് മുഖ്യപ്രഭാഷണം നടത്തി. ഫാദർ മാർട്ടിൻ മള്ളത്ത്, ഫാദർ അജീഷ് പുതുശ്ശേരി, ഫാദർ ഷിൻഡോ തളിയൻ എന്നിവർ സംസാരിച്ചു. സേക്രഡ് ഹാർട്ട് പ്രോവിൻസിന്റെ നേതൃത്വത്തിലുള്ള 26 സ്ഥാപനങ്ങളിൽ നിന്നായി 2500 പ്രതിനിധികൾ കൂട്ടായ്മയിൽ പങ്കെടുത്തു. അർബുദ രോഗം ബാധിച്ച വീട്ടമ്മ കിടപ്പാടത്തിനായി സർക്കാർ ഓഫീസുകൾ കയറിയിറങ്ങുന്നു. പാലക്കാട് കോട്ടോപ്പാട് സ്വദേശിനി ജമീലയാണ് ക്യാൻസറിന്റെ പിടിയിൽ ഉലയുമ്പോഴും തലചായ്ക്കാനിടത്തിന് അലയുന്നത്. പ്രധാനമന്ത്രി ആവാസ് യോജന പ്രകാരം വീട് അനുവദിച്ചെങ്കിലും പണം ലഭിക്കാത്തതാണ് ദുരിതത്തിന് കാരണം. വിധവയായ ജമീല ടാർപോളിൻ ഷീറ്റ് വലിച്ചുകെട്ടിയ കുടിലാണ് താമസം. പ്രധാനമന്ത്രി ആവാസ് യോജന പ്രകാരം ലഭിച്ച വീടിന്റെ നിർമ്മാണത്തിനുള്ള തുകയ്ക്കായി സർക്കാർ ഓഫീസുകൾ കയറിയിറങ്ങുകയാണ് അർബുദ രോഗിയായ ജമീല. സർക്കാരിന്റെ വീട് ലഭിക്കുമെന്ന് കേട്ട് സന്തോഷിച്ച ജമീല ഇപ്പോൾ 2ാമത്തെ ഗഡുവിനായി 4 മാസങ്ങളായി അലയുകയാണ്. സർക്കാർ സ്ഥാപനങ്ങളിൽ പലതവണ കയറിയിറങ്ങിയിട്ടും വീട് നിർമ്മാണം പൂർത്തിയാക്കാൻ കഴിയാത്ത അവസ്ഥയിലാണ് ഈ കുടുംബം. വർഷങ്ങളായി താൽക്കാലികമായി കെട്ടിയ ഈ കുടിലിൽ ദുരിത ജീവിതം നയിക്കുന്ന ഇവരുടെ ദുരവസ്ഥ അധികൃതർ കണ്ടില്ലെന്ന് നടിക്കുകയാണെന്ന് പ്രദേശവാസികൾ പറയുന്നു. ഇവരെ അവസ്ഥ ഒന്ന് കാണാം. ദിവസമാര് ഇതൊന്ന് കണ്ടറിഞ്ഞിട്ട് നിങ്ങൾ AC ഫിൽറ്ററൊക്കെ കഴുകിയിട്ട് നിങ്ങൾ കടന്നുറങ്ങണ്ടല്ലോ. നിങ്ങളെ പൂച്ചെടിക്ക് നനക്കണോ ഇതൊക്കെ കഴിഞ്ഞിട്ട് നിങ്ങൾ പോയി കടന്നുറങ്ങുന്ന സുഖത്തിലും ഇവരെ അവസ്ഥയൊന്ന് കണ്ടറിയാം. കാരണം ഉദ്യോഗസ്ഥന്മാരെയും കോട്ടപ്പാടത്തെ ചില ലീഗിന്റെ മെമ്പർമാരെയും കളികൊണ്ട് വന്നതാണ് ഈ ബുദ്ധിമുട്ട്. ഇവരെ വീടിന്റെ അവസ്ഥയൊന്ന് കാണാം. അപ്പോൾ ലീഗ് 1-2 മെമ്പർമാരെ ആ മെമ്പറോട് പ്രത്യേകിച്ച് പറയണം, പ്രസിഡന്റ് ശ്രദ്ധിച്ചോളും, ഇത് കളി കയ്യിന്ന് പോവും. പഞ്ചായത്തിൽ നിന്ന് ഇറങ്ങണതിന്റെ മുന്നേ ചീത്തപ്പേരുണ്ടാക്കാത്ത രീതിയിൽ ഈ സംഭവം നിങ്ങൾ ഇടപെട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ പിന്നെ ബ്ലോക്ക് മെമ്പർമാരോട്, ബ്ലോക്ക് ഉദ്യോഗസ്ഥന്മാരോട് ഇത്രയും നിങ്ങൾ ഈ തമ്മാടിത്തരം കാട്ടിയത് ഇങ്ങനെയും ഇല്ലൊരു വീട്ടിന്റെ ഒരു ആൾക്കാരാണ്. അപ്പൊ ഇത്രയും അവസ്ഥയുള്ളൊരു വീടിന്റെ അവസ്ഥ കണ്ടിട്ട് ഇനി നിങ്ങളിത് ശനിയാഴ്ചന്റെ ഉള്ളിൽ വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ അതെന്താ ഇനി അവിടുന്ന് അങ്ങോട്ട് ചെയ്യേണ്ടതെന്ന് ഞങ്ങൾക്കറിയും. അപ്പൊ ആ ഒരു കോലത്തേക്ക് എത്തിച്ചാത്ത രീതിയിൽ മാന്യമായിട്ട് ഞങ്ങൾ പറയണു, ഇതിമ ഇനി കളി നിർത്തുക. ഈ നിർത്തിയിട്ട് ഇത്രയും അവസ്ഥയിൽ കിടക്കണ കേരളത്തിൽ ഇങ്ങനത്തെ ഒരു വീടുണ്ടോന്ന് ചോദിച്ചറിയണ്ടേ? കാരണം ഇങ്ങനത്തെ ഒരു അവസ്ഥയിൽ ഈ വീട് കിടക്കുന്നത്. വിധവയായ ജമീലയും മകനും പേരക്കുട്ടികളും നിലവിൽ ഈ കുടിലാണ് താമസിക്കുന്നത്. അർബുദ രോഗം മാനസികമായി തളർത്തുമ്പോഴാണ് സർക്കാർ സംവിധാനങ്ങളും ജമീലയോട് പുറം തിരിഞ്ഞു നിൽക്കുന്നത്. ജമീലയ്ക്കും കുടുംബത്തിനും എത്രയും പെട്ടെന്ന് അടച്ചുറപ്പുള്ള ഒരു വീട് ലഭ്യമാക്കാൻ അധികൃതർ നടപടി സ്വീകരിക്കണമെന്നാണ് നാട്ടുകാരുടെയും സാമൂഹിക പ്രവർത്തകരുടെയും ആവശ്യം. ന്യൂസ് 18 പാലക്കാട്. ഉപഭോക്തൃ വില സൂചിക തയ്യാറാക്കുന്നതിന് മുന്നോടിയായി തൊഴിൽ വകുപ്പിന്റെ നേതൃത്വത്തിൽ കുടുംബ ബജറ്റ് സർവേക്ക് ദേവികുളത്ത് തുടക്കമായി. മിനിമം വേതന നിയമം ബാധകമായ കാർഷിക വ്യാവസായിക മേഖലകളിലെ കുടുംബങ്ങളുടെ ജീവിത ചെലവുകൾ സമഗ്രമായി പഠിക്കുകയാണ് സർവേയുടെ ലക്ഷ്യം. ജനങ്ങളുടെ ജീവിത രീതിയും ഉപഭോഗ രീതിയും മാറിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ ഉപഭോക്തൃ വില സൂചിക കാലാനുസൃതമായി പുതുക്കുന്നതിന്റെ ഭാഗമായാണ് സർവേ.
സംസ്ഥാനത്തെ 17 കേന്ദ്രങ്ങളിൽ തെരഞ്ഞെടുക്കപ്പെട്ട 7,920 കുടുംബങ്ങളിൽ ഒരു വർഷം നീണ്ടു നിൽക്കുന്ന സർവേയാണിത്. തൊഴിലാളി കുടുംബങ്ങളുടെ ജീവിത ചെലവിനെ പ്രതിഫലിപ്പിക്കുന്ന കൃത്യമായ ഉപഭോക്തൃ വില സൂചികകൾ നിർണ്ണയിക്കാൻ സർവേ ഫലപ്രദമാകുമെന്നാണ് സർക്കാരിന്റെ പ്രതീക്ഷ. കുടുംബ ബജറ്റ് സർവേക്ക് ദേവികുളം മണ്ഡലത്തിൽ തുടക്കമായി. സംസ്ഥാനത്ത് അത് എക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ് ഡിപ്പാർട്ട്മെന്റാണ് ഈ സർവേ നടത്തുന്നത്. ഇടുക്കി ജില്ലയിലെ ഇടുക്കി സെന്റർ എന്നാണ് അറിയപ്പെടുന്നത്. അത് അവിടുത്തെ വിലകൾ ശേഖരിക്കുന്ന അല്ലെങ്കിൽ സർവേ നടത്തുന്നത് മൂന്നാർ ഏരിയയിലാണ്. ഈ സർവേ വിജയിപ്പിക്കണമെന്ന് എല്ലാവരോടും അഭ്യർത്ഥിക്കുന്നു. സർവേക്കായി നിങ്ങൾ സമർപ്പിക്കുന്ന എന്യൂമറേറ്റർക്ക് ആവശ്യമായ വിവരങ്ങൾ നൽകി സഹകരിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. സംസ്ഥാനത്തെ കാർഷിക വ്യാവസായിക തൊഴിലാളികളുടെ മിനിമം വേതനത്തിലെ ക്ഷാമബത്ത നിശ്ചയിക്കുന്നത് ഉപഭോക്തൃ വില സൂചികയുടെ അടിസ്ഥാനത്തിലാണ്. നിലവിൽ 2011-12 അടിസ്ഥാന വർഷമായാണ് ഉപഭോക്തൃ വില സൂചിക പ്രസിദ്ധീകരിക്കുന്നത്. ജില്ലാ എക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ് ഡെപ്യൂട്ടി ഡയറക്ടർ PK അങ്കിത് കുമാർ, റിസർച്ച് ഓഫീസർ ആൻസി പോൾ, ദേവികുളം താലൂക്ക് സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസർ റെന്നി ആന്റണി, കുമാർ എ, ശ്രീചിത്ര PS, സോജി ജേക്കബ്, ഗായത്രി A എന്നിവരുടെ നേതൃത്വത്തിലാണ് സർവേ നടക്കുന്നത്. ന്യൂസ് 18 ഇടുക്കി. കരിപ്പൂർ വിമാനത്താവളത്തിൽ കഴിഞ്ഞ ദിവസം ഒരു മനോഹരമായ ചിത്രം മിഴിതുറന്നു. കേരളത്തിലെ ഒരു ക്ഷേത്രോത്സവത്തിന്റെ കാഴ്ചയാണ് വർണ്ണക്കൂട്ടിൽ ഇവിടെ പിറവിയെടുത്തത്. രാജ്യാന്തര ടെർമിനലിലെ ചെക്ക് ഇൻ കൌണ്ടറിൽ ഈ ചിത്രം ഒരുക്കിയിട്ടുള്ളത് വിമാനത്താവളത്തിലെ സിവിൽ എഞ്ചിനീയറിംഗ് വിഭാഗത്തിൽ സീനിയർ സൂപ്രണ്ടായ KP സുരേഷാണ്. പത്തടിയിലേറെ ഉയരവും വീതിയുമുള്ള ചുമരിലാണ് ചിത്രം. നെറ്റിപ്പട്ടം കിട്ടിയ ആനയും പൂരക്കാഴ്ചകളും എല്ലാം ചിത്രത്തിൽ നിറയുന്നുണ്ട്. ചിത്രത്തിന് ചുറ്റുമുള്ള ഫ്രെയിമും അതിമനോഹരമാണ്. ചിത്രത്തിന്റെ തിരശീല നീക്കിയത് എയർപോർട്ട് ഡയറക്ടർ മുനീർ മണപ്പാട്ട്. ഭംഗിയില്ലാണ്ട് പ്ലെയിനായി കിടന്ന ഒരു വോളിനെ ഭയങ്കര മനോഹരമായ രീതിയിൽ പാസഞ്ചേഴ്സിന് ആസ്വദിക്കാൻ പറ്റുന്ന രീതിയിൽ നമ്മുടെ ട്രഡീഷനും കൾച്ചറും ഒക്കെ ഒത്തുചേരുന്ന ഒരു രീതിയിലൊരു ഭംഗിയായൊരു സ്ഥലമാക്കി മാറ്റിയിരിക്കുകയാണ്. അതിൽ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മളിത് പുറത്തുനിന്ന് ഒരു ആർട്ടിസ്റ്റിനെ കൊണ്ട് വന്ന് ചെയ്യിപ്പിച്ചതൊന്നുമല്ല. നമ്മുടെ ഉള്ളിൽ തന്നെയുള്ള ഒരു എംപ്ലോയി അവരുടെ പാഷൻ, അവരുടെ ഒരു ക്രിയേറ്റിവിറ്റി, അത് കൂടെ നമുക്കൊരു റിഫ്ലക്റ്റ് ചെയ്യാണ് ഇവിടെ. ആ ഒരു പാഷൻ, ആ ഒരു ക്രിയേറ്റിവിറ്റി, ആ ഒരു സ്കിൽ, ആ ഒരു ടാലന്റ് നമുക്ക് ഇവിടെ നിന്ന് പ്രദർശിപ്പിക്കാൻ പറ്റി. കോഴിക്കോട് നാദാപുരം കല്ലാച്ചി സ്വദേശിയായ സുരേഷ് 30 വർഷമായി തിരുവനന്തപുരം വിമാനത്താവളത്തിലായിരുന്നു. അവിടെ ടെർമിനൽ കെട്ടിടങ്ങളിൽ പലതരം ചിത്രങ്ങൾ വരച്ചിട്ടുണ്ട്. 1 വർഷം മുമ്പാണ് കോഴിക്കോട് വിമാനത്താവളത്തിലെത്തിയത്. ജോലിക്കിടയിലെ ഇടവേളകളും ഒഴിവു സമയവുമാണ് ചിത്രരചനയ്ക്ക് സുരേഷ് ഉപയോഗിക്കുന്നത്. വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ചിത്രം ക്യാൻവാസിൽ വരയ്ക്കുന്ന ജോലിയും പുരോഗമിക്കുകയാണെന്ന് സുരേഷ് പറഞ്ഞു. നമ്മൾ വരച്ചൊരു ചിത്രം എല്ലാവരും കാണുമെന്ന് പറയുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു സന്തോഷമാണ്. അപ്പോൾ കൂടുതൽ വരക്കണമെന്നുണ്ട്. അടുത്ത കൊല്ലം ഏതായാലും എനിക്കൊരു വർഷമേ സമയമുള്ളൂ റിട്ടയർമെൻറ്റ്. അപ്പോൾ അതിനുമുമ്പേ ഒരുപാട് ഇനിയിപ്പോൾ അടുത്ത എൻ്റെ ഒരു വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ഒരു വലിയൊരു എണ്ണച്ചായ ചിത്രം ഞാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതും നമ്മുടെ ടെർമിനലിൻ്റെ അകത്ത് വരച്ചു തീർന്നതിന് ശേഷം ടെർമിനലിൻ്റെ അകത്ത് കൊടുക്കാൻ വേണ്ടി. ഈ ചിത്രം പൂർത്തിയായാൽ അത് ആഭ്യന്തര ടെർമിനലാകും സ്ഥാപിക്കുക. ന്യൂസ് 18 മലപ്പുറം.